ലക്ഷ്മി, നീ ഈ ലോകത്തെ വിട്ടുപോയി. അതോടൊപ്പം തന്നെ നിന്റെ ലക്ഷ്യവുമാണ് നിനക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ നിന്റെ മകൻ മുഖേന നീ ഇപ്പോഴും ജീവനോടുണ്ട്. ഇവനെ ഒരു വലിയ ഓഫീസർ ആക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം തീർച്ചയായും ഞാൻ നിറവേറ്റും. അതെ, തീർച്ചയായും ഞാൻ നിറവേറ്റും. സുശീലേ, നമസ്തേ സാർ. നമസ്കാരം കിഷോർ, സുഖമാണല്ലോ അല്ലേ? നന്നായിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എന്താ വെങ്കിട്ട്, നിന്റെ മകളുടെ കല്യാണമൊക്കെ എങ്ങനെ നടന്നു? നന്നായിട്ട് കഴിഞ്ഞു. ഓക്കെ. വീരഭദ്ര, മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, അവർക്ക് പിന്നിലുള്ളവരെ കുറിച്ച് നിനക്കറിയില്ല. സൂക്ഷിച്ചോ. ആദ്യം ആ മുതലാളിമാരോട് പോയി പറ, തെറ്റ് ചെയ്യുന്നവനെ കോടതി കൊണ്ടുപോകാനുള്ള ധൈര്യം ഈ വീരഭദ്രൻ എന്ന് പറയുന്ന പോലീസുകാരനുണ്ടെന്ന് പോയി പറയൂ സാർ. അവരോട് പറയൂ ഈ ജാഗ്രതയെ പറ്റി. തെറ്റ് ചെയ്യുന്നവൻ രക്ഷപ്പെടാനുള്ള കാര്യമായിരിക്കും നോക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടുന്ന ഒരുത്തൻ തീർച്ചയായും മറ്റൊരു തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്തവനെ പിടിച്ച അത് ചെയ്യാൻ പ്രേരിപ്പിച്ചവനും വരും. ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്ത യുവമാര് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നോക്കുമോനെ, നമ്മളെപ്പോഴും 2 കൈകൊണ്ട് ചെയ്യേണ്ട ജോലി 4 കൈകൾ കൊണ്ട് ചെയ്താ ജോലി എളുപ്പത്തിൽ തീരും. കഷ്ടങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ബലം കിട്ടും. നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ ഒരുമിച്ചുണ്ടാവണം. വരൂ ചേട്ടാ, വരൂ. എങ്ങനെയുണ്ടോ? സുഖമായിരിക്കുന്നു. സുഖമല്ലേ അർജുൻ? സുഖമല്ലേ? വീരഭദ്രൻ അകത്തുണ്ടോ? അകത്തുണ്ട്. ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ തന്നെ പോയി കണ്ടോളാം. എന്താ ചേട്ടാ, എന്തോ വിഷമത്തില്? അത് പിന്നെ എനിക്കൊരു സഹായം ചെയ്യണം. പറ ചേട്ടാ. ഇന്നലെ ആ സ്മഗ്ലിംഗ് കേസിൽ അറസ്റ്റ് ചെയ്ത ആ 2 പേരും എന്റെ ആൾക്കാരാണ്. അവരെങ്ങാനും കോടതിയിൽ ഹാജരാക്കിയ ഞാൻ എത്രയോ ബുദ്ധിമുട്ടി സമ്പാദിച്ച ഈ MLA സ്ഥാനം എനിക്ക് നഷ്ടപ്പെടും. ചെയ്തത് വരെ മതി ചേട്ടാ. ഇനിയെങ്കിലും ഈ ജോലിയെല്ലാം നിർത്തിയിട്ട് MLA പദവി രാജിവെച്ചിട്ട് ചെയ്ത തെറ്റ് സമ്മതിക്ക്. എന്ത്? എന്റെ MLA സ്ഥാനം ഞാൻ ഒഴിയണമെന്നോ? അതിനേക്കാളും ഞാൻ മരിക്കുന്നതാ നല്ലത്. പണം സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയല്ലാതെ ഇതുപോലത്തെ തെറ്റായ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. സത്യസന്ധമായിട്ടുണ്ടാക്കാത്ത ഒരു പണവും നമുക്ക് സ്വന്തമല്ല ചേട്ടാ. പക്ഷേ ഈ സ്ഥാനത്തിരിക്കുമ്പോ നീതിന്യായവും മാത്രം നോക്കിയാൽ പറ്റില്ല, പദവി തന്നെ വേണം. അതിനുവേണ്ടി ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താൽ അതൊന്നും വലിയ കാര്യമല്ല. ഏത് തെറ്റ് ഏത് ശരിയെന്ന് എനിക്ക് മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഹീരാ, നിന്നെക്കാളും മൂത്ത ജ്യേഷ്ഠനാണ് ഞാൻ. സ്വന്തം ചേട്ടനായതുകൊണ്ടാണ് ഇത്രയും നേരം ഇതെല്ലാം കേട്ടോണ്ട് ഞാൻ ഇരുന്നത്. ചേട്ടാ, ഭക്ഷണം കഴിക്കാൻ വരൂ. നിങ്ങളും വാ മക്കളെ. വരാം. വാ മക്കളെ, ആഹാരം കഴിക്കാം. വേഗം വാ, ലേറ്റായി. കരയാതിരി. നിങ്ങളൊന്നും ഒരിക്കലും അനാഥരല്ല. ജീവിതം
ജീവിതത്തിൽ ലക്ഷ്യത്തിനു വേണ്ടി ജീവൻ പണയം വെക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതേ മക്കൾ, പണത്തിനു വേണ്ടി ആശിക്കാതെ നീതിക്കും ന്യായത്തിനും വേണ്ടി ജീവൻ തന്നെ പണയം വെക്കാനുള്ള ധൈര്യം 1000-ലല്ല 1,00,000-ൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ആ ഒരാൾ നിങ്ങളുടെ അച്ഛനാണെന്നുള്ളതിൽ നിങ്ങൾ രണ്ടുപേരും അഭിമാനിക്കണം. വിഷമിക്കാതിരിക്കും മക്കളെ. ഇവൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിന്റെ കണ്ണിലാണെങ്കിൽ കരച്ചിലുമില്ല. കരച്ചിൽ വരുന്നുണ്ടോ വല്യച്ഛ? പക്ഷെ ഞാനത് തടഞ്ഞു വെച്ചിരിക്കുക. വിടില്ല ഞാൻ. എന്റെ അച്ഛനെ കൊന്നവരെയും ഞങ്ങളെ ഈ സ്ഥിതിയിലാക്കിയവരെയും ഞാൻ ഒരിക്കലും വിടില്ല. ഒരു ചായ തരൂ. നാളെ സ്കൂളിൽ ലീവാണ്, അറിയോ ചേട്ടാ? എടാ മോനെ, ഈ കത്തി എവിടേക്ക് എടുത്തോണ്ട് പോവാ? ഒഴിക്കേ. ആരടാ കൊന്നത്? അവൻ നിന്റെ ജ്യേഷ്ഠനല്ലേ? വെരി ഗുഡ്, നല്ല കാര്യമാ ചെയ്തത്. സ്വന്തം ജ്യേഷ്ഠനെ നീ പിടിച്ചു കൊടുത്തു. ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട്, നീതിക്ക് മുന്നിൽ ബന്ധമല്ല ഒന്നുമല്ലെന്ന്. അത് സ്വന്തം ചേട്ടനായാലും അച്ഛനായാലും ശരി. കൊള്ളാം മോനെ. വലുതായ നിനക്ക് എന്താകാൻ ആഗ്രഹം? നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്ന അത്ര വലിയൊരു ഓഫീസറായി മാറും. വിജയവാഡ. ഇവിടെ എല്ലാവരെയും നല്ലവരായിരിക്കാൻ മലമുകളിൽ ദേവി വസിക്കുന്നുണ്ട്. വയലെല്ലാം കാത്തു സംരക്ഷിക്കാനായി ഇവിടെ കൃഷ്ണാ നദിയുണ്ട്. ഇത് രണ്ടിനുമിടയിൽ ജനങ്ങളുടെ സ്വൈര്യത നശിപ്പിക്കുന്ന റൗഡിസവുമുണ്ട്. വിജയവാഡ റൗഡികളുടെ സാമ്രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കള്ളക്കടത്തുകാരുടെ എണ്ണവും കൂടിക്കൊണ്ടേ വരുന്നു. കള്ളക്കടത്തുകാരെ പിടിക്കുന്നതിൽ പോലീസ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലുള്ള പല പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി അന്യരാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണ്. ഇത് തടയുന്നത് എങ്ങനെയെന്നറിയാതെ പോലീസ് വിഷമിക്കുന്നു. ഇതിന് രാഷ്ട്രീയക്കാരുടെ പിൻബലമുണ്ടെന്ന് കരുതുന്നു. മിണ്ടാതിരിക്കെ. ഹലോ കൃഷ്ണമൂർത്തി,
മോള് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയോ? ആരാ നീ? എന്റെ മോളെ എന്താ ചെയ്തേ? ആ, നീ വിഷമിക്കാതെ. ദിവസം കൊച്ചു വീട്ടിലേക്കല്ലേ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പോ? അതേ കൃഷ്ണമൂർത്തി. എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ, നിനക്ക് എത്ര വേണമെങ്കിലും തരാം. എന്റെ മോളെ നിനക്ക് അത്രയ്ക്ക് ജീവനാണോ? ചോദിക്കാതെ തന്നെ എത്ര വേണമെങ്കിലും തരാന്ന് പറയുന്നു. ശരി, 1 കോടി ഇങ്ങിതാ. പോലീസിലെങ്ങാണ് ഇൻഫർമേഷൻ ചെയ്താലേ നിന്റെ മകളുടെ ബോഡി നിനക്ക് പോലും അറിയാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങ് പാഴ്സൽ ചെയ്ത് അയച്ചു തരും. വേണ്ട, പറഞ്ഞ മനസ്സിലായോ? എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ, നീ ചോദിച്ച പണം ഞാൻ തരാം. എന്താ ഇതൊക്കെ? ഈ നാട്ടിൽ നടക്കുന്ന കിഡ്നാപ്പിംഗും മർഡേഴ്സും ഒക്കെ പ്രസ്സുകാരും ടിവിക്കാരും വെറുതെ ബിൽഡപ്പ് കൊടുക്കുക. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് കരുതി മറ്റുള്ളവരും നമ്മളെ എതിർക്കുകയാ. ഇത്രയും നടന്നിട്ടും ഒരു പാവക്കുട്ടിയെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇറ്റ്സ് ഹൈലി ഇറിറ്റേറ്റിംഗ്. ഐ സേ ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം സർ. ടൈം വേണമെന്നോ? എത്ര ടൈം വേണം? 10 വർഷമോ 15 വർഷമോ? ഇതാണ് പോക്കെങ്കിൽ 5 വർഷത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. മനസ്സിലായോ? നാട് നശിച്ചുകൊണ്ടിരിക്കുക. അതിരിക്കട്ടെ, ACP അർജുൻ എവിടെ? ആ, ചോദിക്കാം സർ. ഹലോ അർജുൻ, ഐ എം കമ്മീഷണർ സ്പീക്കിംഗ്. ഹലോ ഹലോ അർജുൻ, അർജുൻ, ഹലോ അർജുൻ, ഹലോ ഹലോ ഹലോ, അർജുൻ. അർജുൻ ഡ്യൂട്ടിയിലാണ് സാർ. ബ്രേക്കിംഗ് ന്യൂസ്. വിജയവാഡയിലേക്ക് പുതിയതായി വന്ന ACP അർജുൻ ഇന്നലെ കൊള്ളക്കടത്തുകാരെ ആക്രമിക്കുകയുണ്ടായി. ഈ ആക്രമണത്തിൽ ACP അർജുൻ 4 കൊള്ളക്കടത്തുകാരെ വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ACP അർജുൻ ഇന്ന് മന്ത്രിയോട് പറയും. സർ, ആ അർജുൻ, വാ വാ ഇരിക്കെ. വെൽ ഡൺ അർജുൻ, നിന്റെ അച്ഛന്റെ ആഗ്രഹത്തെ നിറവേറ്റി. ഇന്നാണ് ഞാൻ ചാർജ് എടുത്തത് വലിച്ച. ശരി, നീ ഒറ്റയ്ക്കാണോ അങ്ങോട്ട് റെയ്ഡിന് പോയത്? ഇത്രയ്ക്കൊന്നും സാഹസം എടുക്കണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയപ്പെടുന്നവനല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. ഭയമില്ലാതെ പോരാടണം, എന്നാലേ ജീവിതത്തിൽ ജയിക്കൂ. ശരിടാ, നിന്റെ അച്ഛനെ പോലെ തന്നെ നീ സംസാരിക്കുന്നു. ഒരു കാര്യം, ആ ക്രിമിനൽസിന്റെ കാര്യത്തിൽ നീ ഗവൺമെന്റിനെ രക്ഷിച്ചു. വളരെ സന്തോഷം. ഇല്ല വിളിച്ച, എന്നെ സംബന്ധിച്ച് ഇവരെല്ലാം ചെറിയ മീന. ഇവർക്കെല്ലാം പിന്നിൽ വലിയ സ്രാവുകളുണ്ട്. അവരെയെല്ലാം പുറത്തു കൊണ്ടുവരണം. വെല്ലിച്ചിന് എന്നെ ഒന്ന് സഹായിക്കണം. പറയും മോനെ, ഇതിൽ നിനക്ക് എന്ത് സഹായമാണ് എന്നിൽ നിന്ന് വേണ്ടത്? എന്റെ കർത്തവ്യം തടസ്സമില്ലാതെ നടത്താനുള്ള എല്ലാ പവറും എനിക്ക് വേണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിനക്ക് എങ്ങനത്തെ പവറാണ് വേണ്ടത് അത് തരേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്. ഇനി മുതൽ ഈ നാട്ടിൽ റൗഡിസം വളരാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. ഓക്കെ? അച്ഛാ, എടുത്തോളൂ.
എടുത്തോളൂ. ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. അത് വേറൊന്നുമല്ല, ഡ്യൂട്ടിയുടെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസിയാണ്, അത്രേ ഉള്ളൂ. ദിവസവും പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നുകൂടെ? വരാം. ഞാൻ ഇന്നലെ ഇറങ്ങിക്കോട്ടെ വലിച്ച. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അർജുൻ. താങ്ക് യു വലിച്ച. പോയിട്ട് വരാം ചേച്ചി. ഹായ് അർജുൻ. ഹായ് മാമ. ഹൗ ആർ യു? ഫൈൻ മാമ. എന്താ വേഗം പോകുന്നത്? ആഹാരം കഴിച്ചിട്ട് പോകും. വേണ്ട മാമ, സ്റ്റേഷനിൽ കുറച്ച് വർക്കുണ്ട്, അത്യാവശ്യമായിട്ട് പോകണം. ഓക്കെ, ക്യാരി ഓൺ. നമുക്ക് പിന്നെ കാണാം. ബൈ മാമ. സാർ വന്നല്ലോ. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാർ നമസ്കാരം സാർ. കാര്യം പറയണ്ട സാർ. സാറേ, ഞങ്ങളെ നടു റോഡിൽ ഇങ്ങനെ ഇറക്കി വിട്ടു സാർ. ഞങ്ങളെ സാറ് തന്നെ രക്ഷിക്കണം. മിണ്ടാതിരിക്കേ. ചുടുകാട് പോലും വെറുതെ വിട്ടില്ല സാർ. ആ സ്ഥലത്തെ വിശ്വസിച്ച് എത്ര പേര് ജീവിക്കുന്നുണ്ട് സാർ. ഇപ്പൊ പെട്ടെന്ന് കാലി ചെയ്യാൻ പറഞ്ഞ ഞങ്ങൾ എവിടേക്ക് പോകാനാണ് സാർ? അവരൊക്കെ ചെയ്യുന്ന ഈ അന്യായം സാറ് തന്നെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തണം സാർ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് ഗവൺമെന്റ് ഓർഡറാണ്. എനിക്ക് മുകളിലുള്ളവർ ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ഞങ്ങളുടെ തലമേലെ വെച്ചപ്പോ ഇങ്ങനെ ഞങ്ങളെ പാതാളത്തിലേക്ക് തള്ളിയല്ലോ സാർ. പറഞ്ഞാ മനസ്സിലാകില്ലേ? എന്നോട് പറയുന്നതും ചുമരിനോട് പറയുന്നതും ഒരുപോലെ. അപ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ സാർ? ഞങ്ങൾ ചെയ്യും. ഓർമ്മ വെച്ചോളൂ സാർ. ഇങ്ങനെ ഒതുക്കി വെച്ച് അക്രമം കാണിക്കുമ്പോഴാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത് സാർ. Come on, get your head right. Come on, get your head right. Listen to me now. Listen to me now. I'm the man. I list the plan, fool, and the best that I think is for your mind. So I be up in your mind, friend. Don't be a lame or trick up in this ride. I'm the man. I list the plan, fool, and the best that I think is for your mind, fool. I'm the critic, so I be up in your mind, friend. Don't be a lame or trick up in this നിങ്ങൾ തന്നെ ride. വന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ, അതാ. ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല സാർ, ചെറിയ പ്രശ്നമാ. ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ പൊയ്ക്കോളൂ. ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് ഇയാൾ ഒരുപാട് ഫേമസ് ആയെന്ന് തോന്നുന്നു. ഇത്ര ജനങ്ങൾ ഇവിടെ വരണമെങ്കിൽ മാറ്റർ വലിയ സീരിയസ് ആണെന്ന് തോന്നുന്നു. സാറേ, ഒന്നും ചെയ്യല സാറേ. അഭിമന്യുവിനെ നീ എന്താണ് സാറേ, ചെയ്തത്? എനിക്കൊന്നും അറിയത്തില്ല സാറേ. എന്നോട് ക്ഷമിക്കണം സാറേ. പോരാടുന്നവൻ ക്ഷമിക്കും, പക്ഷെ വേട്ടയാടുന്നവൻ കൊല്ലത്തേ ഉള്ളൂ. എനിക്ക് കൊല്ലാനേ അറിയൂ. നിന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാരെ കൊണ്ടിട്ടാണ് ഈ സാമ്രാജ്യം ഞാൻ സൃഷ്ടിച്ചത്. അതിനെ നശിപ്പിക്കണമെങ്കിൽ ആവശ്യമുള്ളത് ഗൺസ് അല്ല, ഗട്സ്. സോറി സർ. Come on, get your head right. Come on, get your head right. Come on, get your head right. സാർ, എന്താ സുരേഷ്, എല്ലാ ചാനലുകാരും അർജുനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. സർ, ACP അർജുൻ ചാർജ് എടുത്തതിൽ നിന്നും ഗുണ്ടാ സംഘങ്ങളും കള്ളക്കടത്തുകാരും ഒക്കെ ഇപ്പൊ ഒരു പരിങ്ങല്ല. ശരിയാ. ഈ ഒരു കാര്യത്തിൽ ഫുൾ പവർ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങളെയും കള്ളക്കടത്തുകാരെയും അമർച്ച ചെയ്യാൻ കഴിഞ്ഞത്. ഓക്കെ, പറയൂ. അഭിമന്യുവിന്റെ തേർവാഴ്ച ഒഴിക്കാൻ നമുക്ക് നല്ലൊരു ഓഫീസറെ കിട്ടിയിട്ടുണ്ട്.
ആ കളക്ടറിന്റെ കാര്യം എന്തായി? പേര് കേട്ടാൽ തന്നെ പേടിച്ച് മൂത്രമൊഴിക്കുന്നവനെ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിരിക്കട്ടെ, ആ ഗജയുടെ കാര്യം എന്തായി? അവൻ അടുത്ത മീറ്റിംഗിൽ നോക്ക്, അവനും പാന്റ് എന്നാ നനയ്ക്കും. ശരി, നമുക്ക് പോകാം. ഏയ്, ആ ACP അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ആൾക്കാരെ ഉടനെ വിട്ടയക്കണം. ഇല്ലെങ്കിൽ ഒരുത്തനും ജീവനോട് ഇരിക്കില്ല. ഡിസൈഡ് ചെയ്തോ? സർ, സാർ കാളി വന്നിരുന്നു. അവന്റെ ആൾക്കാരെ വിടാൻ പറഞ്ഞിട്ട് എന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു സാർ. അവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് സാർ. അവനെ എന്തെങ്കിലും ചെയ്യണം സാർ. ഛെ. പുതിയതായി വന്ന ACP അർജുൻ നമുക്ക് വലിയ തലവേദനയാ. അത് മാത്രവുമല്ല, കമ്മീഷൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വന്നതല്ലേ, കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കും. നമ്മളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ വഴിക്ക് വരും. ഏയ്, അവൻ മറ്റുള്ള ഓഫീസറെ പോലെ അല്ല. അവൻ ആരാണെങ്കിലും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. അഭിമന്യു എന്ന് വെച്ചാൽ സാധാരണ ഭടനല്ല, ഈ നാടിനെ നയിക്കുന്ന രാജാവ്. നമ്മൾ ആരാണെന്ന് അവൻ തന്നെ അറിഞ്ഞോളൂ. ജസ്റ്റ് റിലാക്സ്. ബെൽഡൻ അർജുൻ, നീ വന്നതിന് ശേഷം പോലീസുകാർക്ക് കുറച്ച് റിലാക്സ് കിട്ടിയിട്ടുണ്ട്. സിറ്റിയിലുള്ള എല്ലാ റൗഡികളും ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരെയൊക്കെ വിട്ടേക്ക്. അഭിമന്യുവിനെ എന്ത് ചെയ്യാം? അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഓക്കെ അർജുൻ, ഓൾ ദി ബെസ്റ്റ്. സർ, എക്സ്ക്യൂസ് മീ സർ. ഓക്കെ, ക്യാരി ഓൺ. യെസ് സർ. ഹലോ, അതെയോ, ഞാനിപ്പോൾ തന്നെ വരാം. യാ. ചേട്ടോ, സാധനം തീർന്നു ചേട്ടാ. അതിൻ്റെ ഉള്ളിൽ സാധനം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത് നിങ്ങൾക്ക് തന്നെ തികയില്ലെന്ന് തോന്നുന്നു. അവർക്ക് മറുപടി പറയാൻ പറ്റാതെ ഞാനാ കഷ്ടപ്പെടുന്നത്. അയാൾ എവിടെയോ കണ്ടുപോലെ ഉണ്ടല്ലോ. ആ, ഇപ്പോഴാ ഓർമ്മ വന്നേ. അന്നാ സ്മഗ്ലിംഗ് ന്യൂസിൽ ഇയാളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചത് ശരിയാണ്. ഈ സ്മഗ്ലിംഗിന്റെ കാരണക്കാരൻ ആരാണെന്ന് ഇയാൾ മുഖേന നമുക്ക് അറിയാൻ സാധിക്കും. ഈ സ്മഗ്ലിംഗിന്റെ കാരണക്കാരെ കണ്ടുപിടിക്കാൻ ഇയാളായിരിക്കും നമുക്കുള്ള ഒരേ ഒരു വിറ്റ്നസ്. സർ, അങ്ങോട്ട് നോക്കിയേ. ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ സർ, അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഓ, ആളിച്ചിരി ടെൻഷൻ പാർട്ടിയാണല്ലോ. ശരി, ഈ സമയത്ത് എങ്ങോട്ടാ പോകുന്നേ? എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ? ശരി, ഞങ്ങളോട് മറുപടി പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചാൽ മതി. എന്നാ പോവാൻ നോക്ക്. ശല്യം അത്. നമസ്കാരം സാറേ. അവിടോട്ട് ഇരിക്കേ. ഞങ്ങൾ ഏത് തൊഴിൽ തുടങ്ങിയാലും അതിൽ 60% വേണമെന്ന് പറയുന്നു. റിയൽ എസ്റ്റേറ്റിനെ പറ്റി സാറിന് അറിയാത്തതൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് വരുന്ന ലാഭത്തിൽ 60% അയാൾക്ക് കൊടുത്താ ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാ? അതുകൊണ്ടാ ആ ദയാക്കറിന്റെ കാര്യം സാറൊന്ന് നോക്കിയാൽ ഞങ്ങളുടെ ജീവിതം നന്നായി നടക്കൂ. നിങ്ങൾക്ക് എത്ര വേണം? 2 കോടി. എന്ത്? 2 കോടിയോ? ശരി, നമുക്ക് പോവാം. ഇതൊന്നും നമുക്ക് പറ്റില്ല. വാ പോകാം. എവിടേക്കാ? പിന്നല്ല, എന്ത് 2 കോടി കൊടുക്കൂ?
മിണ്ടാതിരിക്കടാ, നിനക്കൊന്നും അറിയത്തില്ല. നിനക്കാ ഒന്നും അറിയാത്തെ. മിനിമം കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? 2 കോടി എത്ര? 2000 രൂപ കൊടുത്താ ഞങ്ങളുടെയൊക്കെ നാട്ടില് ബ്ലഡ് കൂടി പുറത്തു വരില്ലേ? അറിയാവോ നിങ്ങൾക്ക്? എന്താ തുറച്ചു നോക്കുന്നത്? എന്നെയും കൂട്ടുകാരെയും കണ്ട് ഇവൻ ഭയപ്പെടുമായിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. നീ അഭിമന്യു ആണെങ്കിൽ എനിക്കെന്താ? ഞാൻ ബോംബ് ഭാസ്കറാ. 18 വയസ്സിൽ തന്നെ റേപ്പ് കേസിൽ പ്രതിയാ. 20 വയസ്സിൽ കൊല ചെയ്തു. 25 വയസ്സിനുള്ളിൽ കയറാത്ത കോടതിയില്ല. എന്റെ പേര് കേട്ടാലേ ഷുഗറും BP ഒക്കെ ആൾക്കാരുടെ കൺട്രോൾ ഇല്ലാതെ പോകും. സാർ, നിങ്ങൾ ചോദിച്ച 2 കോടി ഞാൻ തരാം സാർ. 3 കോടി റെഡി ചെയ്യാൻ നോക്ക്. ഡോ അൻസാരി, സർ, ഈ വഴിക്ക് വരാൻ തന്നെ ഉറപ്പാണോ? തീർച്ചയായിട്ടും വരും സാറേ. ഡെയിലി ഈ റൂട്ടിലാണ് വന്നോണ്ടിരിക്കുന്നേ. അൻസാരി, ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തം എങ്ങനെയുണ്ട്? സാറിന്റെ ഒരു എടുപ്പ് വെച്ച് ഒന്നെങ്കിൽ അയല മച്ചു, അല്ലെങ്കിൽ മഞ്ജു വാര്യര്. അക്ബറും ബീർബലും ഒന്നും സാറിന്റെ അടുത്ത് ഒന്നും അല്ലെന്നേ. ഡോ അൻസാരി, അക്ബർ ബീർബൽ 2 പേരും ആണുങ്ങളാണ്. അങ്ങനെ ഒന്നും ഉണ്ടല്ലേ? എനിക്കറിയില്ല സാറേ. സാറേ, മേഡം വരുന്നുണ്ട്. അൻസാരി സാർ, താൻ പോയി ഞാൻ വിളിക്കുന്നുണ്ടെന്ന് അവളോട് പോയിട്ട് പറ. വിളിച്ചാ വരുമോ സാറേ? ഡോ അത് പോയി വിളിച്ചാലല്ലേ അറിയൂ. ഓക്കെ സാർ. വരൂ, എന്റെ സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട്? സാറ് വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഐ വന്നേ. തിങ്ക് നിന്റെ സാറിനോട് തന്നെ വരാൻ പറയും. എന്റെ സാറേ പോലീസാ. സോ വാട്ട്? എന്നാ മേഡം ഇവിടെ തന്നെ നിൽക്കാം, ഞാൻ വിളിച്ചോണ്ട് വരാം. സാറേ, സാറിനോട് വരാനാ പറയുന്നേ. ആ വാശിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ശരി, വാ. നിവിത, എനിക്ക് നിന്നോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം. I have no interest in talking to you. But it is important to talk with you. Please, നിവിത. Okay. അൻസാരി, സർ, ഞങ്ങൾക്കൊന്ന് പേഴ്സണലായി സംസാരിക്കണം. ഇവിടെയും കാര്യമില്ല സാറേ, സംസാരിച്ചോ. ഞാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതും മറന്നുപോയി. ഉം. സോറി സാർ. പോ. ഓൾ ദി ബെസ്റ്റ്. Hello. Already 2 minutes over. നിവിത, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് നാളായി അത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മനസ്സിലാക്കാൻ നിനക്ക് ഒരു ആയുസ് തന്നെ വേണ്ടി വരും. ഞാൻ ഇപ്പം തന്നെ പറയേണ്ട കാര്യമാണ്. മിസ്സായി കഴിഞ്ഞ് പിന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല. ഐ ലവ് യു നിവിത, ഐ ലവ് യു. കേൾക്കുമ്പോൾ തന്നെ ഷോക്കാവുന്ന ഒരു കാര്യം ഇത്. എന്നെ പോലുള്ള ഒരാള് നാണിക്കാതെ പറയുന്ന ഒരു കാര്യമാണിത്. ഒട്ടും മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണിത്. ഞാൻ ഇപ്പൊ തന്നെ പറയേണ്ട ഒരു കാര്യം. ഐ ഹേറ്റ് യു. നീ വെറുക്കുന്നതിന് എന്താ കാരണം? സാറേ, ഈ ലവ് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഡിസാസ്റ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. മേഡം ഒന്ന് നിന്നേ. എന്റെ സാറ് പറഞ്ഞ കാര്യത്തെ കുറിച്ചൊന്ന് ആലോചിക്കുക. മേഡത്തിന് ഇത്രയും നല്ലൊരാളെ കിട്ടാനേ പോകുന്നില്ല. എന്റെ സാറിന്റെ നമ്പർ 9750000975. എപ്പോ വേണേലും വിളിക്കാം. സർ, വിജയവാഡയിൽ നടക്കുന്ന സ്മഗ്ലിംഗ് ലാൻഡ് ഡീൽസിൽ പോലീസ് ഓഫീസേഴ്സിനും ഹയർ ഒഫീഷ്യൽസിനും ബന്ധമുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. ഇത് എത്രമാത്രം സത്യമാണ്? അവർ പറയുന്നതെല്ലാം സത്യമല്ല. സത്യം കുറച്ച് നാളുകൾക്കുള്ളിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ സത്യത്തിന്റെ പിന്നിൽ അഭിമന്യു ഉണ്ടെന്ന്. അത് അഭിമന്യായാലും ശരി, അവന്റെ അപ്പനായാലും ശരി, ആരെയും വിടാൻ പോകുന്നില്ല. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന ACP വിചാരിച്ചിട്ട് പോലും ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ സർ. ഇതുവരെ കണ്ടതല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇതുവരെ ഇവിടെ ജോലി ചെയ്തവര്
അവന്റെ പണത്തിന് മയങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ വെപ്പൺസിന് പേടിച്ചു കാണും. എന്നാൽ ഞാൻ അവരെ പോലെയല്ല. എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്ര ടെൻഷൻ? ഒന്നുമില്ല. നിന്നെ ഒരു കാര്യം കാണിക്കാം, നോക്ക്. ഈ ഫോട്ടോസ് കണ്ടോ? ഇത് നമ്മുടെ ഓഫീസ് സ്റ്റോർ റൂമിലുണ്ടായിരുന്ന ഫുട്ടേജസ് ഇന്ന് കിട്ടിയതാ. ഈ വൈറ്റ് ഷർട്ടിലെ അവനാണ് പട്നായക്. ഇവനെ നമ്മളന്ന് ചാരായം കാച്ചുന്നിടത്ത് വെച്ച് കണ്ടത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഈ ഫോട്ടോസ് നോക്ക്. ഇവനെ ശരിക്കും ഒബ്സർവ് ചെയ്യ. ഇത് കണ്ടോ? പട്നായക്. ഇവനെ പിടിക്കണമെങ്കിൽ നീ അർജുനെ ഫോളോ ചെയ്തേ പറ്റൂ. ACP അർജുൻ ഈ കേസ് ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിറയെ പ്രൂഫ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നാളെ മുതൽ ഞാൻ അയാളെ ഫോളോ ചെയ്യാം. ഓക്കെ. കല്യാണം എപ്പോഴാ സാറേ? എന്റെ കാര്യം അവിടെ കിടക്കട്ടെ. ധനുഷേ, എന്നാ നിന്റെ കല്യാണം? ഇപ്പൊ അത്യാവശ്യം എന്താ സാർ? ഒരു മിനിറ്റ് സാർ. സാർ 750 രൂപ എടുത്തൊരു ഫുൾ ബോട്ടിൽ വാങ്ങിയതാ. അവസാനത്തെ 2 പെഗിന് മുമ്പ് സൈഡ് ഡിഷൻ എന്നും പറഞ്ഞ് ഞാൻ അത് വാങ്ങാൻ പോയതാ. അതിനിടയിൽ അതാരും അടിച്ചോണ്ട് പോയി സാർ. ഈ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് മാത്രം സുരക്ഷയില്ല എന്ന് കരുതി ഈ ഫുൾ ബോട്ടിലും ഇല്ലാതായി സാർ. എന്റെ ഫുൾ ബോട്ടിൽ കണ്ടുപിടിക്കൂ സാർ. 2 പെഗ് ഉണ്ട് സാർ അതിൽ. നിനക്ക് പുറത്ത് ബിരിയാണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതാ അങ്ങനെയോ? സൈഡ് അത് പ്രത്യേകം പറയണോ? സൈഡ് ഡിഷ് ഉണ്ടോന്ന് നിന്റെ നിക്കറിനകത്ത് വെച്ച് തരണ. വെരി ഗുഡ് സാർ, താങ്ക് യു സാർ. ഇങ്ങോട്ട് നടക്കണം. കുറച്ച് കഴിക്കുമോളെ, കുറച്ച്. അമ്മ മതി അമ്മ, എനിക്ക് മതി അമ്മ. കുറച്ചുകൂടി കഴിക്കുമോളെ. വേണ്ട, മതി. കുറച്ചുകൂടെ കഴിക്കുമോളെ. വേണ്ട. വായുടെ മോളെ, എത്ര നേരാടി? ലേറ്റ് ആയി. വേഗം വാടി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആ, ഞാൻ ദാ വരുന്നു. ഓക്കെ ഓക്കെ. പോവാ തിരക്കെന്താ? പയ്യെ കുടിക്ക്. ശരി. നിവിത. ആ ഓക്കെ മമ്മി, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ശരി. ചായ എടുത്തോണ്ട് വാ. ആ കൊണ്ടുവരാം. എന്താടാ ചായ കുടിക്കാനാ ഞാൻ വന്നത് നീ കരുതിയോ? നോക്ക അഭിമന്യു, നിന്റെ തൊഴിലിൽ ഞാൻ ഒരിക്കലും കുറുക്ക വന്നിട്ടില്ല. അതുപോലെ എന്റെ തൊഴിലിൽ നീയും കൈ കടത്താൻ പാടില്ല. മര്യാദയ്ക്ക് എന്റെ ജോലി ചെയ്യാൻ സമ്മതിക്കും. നിന്റേത് എന്റേതെന്ന് ഒന്നും ഉണ്ടാവില്ല. സമ്പാദിക്കുന്ന പൈസയും സാമ്രാജ്യവും മാത്രമേ ഉണ്ടാവൂ. ഈ ഫീൽഡിൽ നിന്റെ റേഞ്ച് എത്രയുണ്ടോ അത്രയും എനിക്കും ഉണ്ട്. അത് നീ മറക്കരുത്. റേഞ്ച് എന്നത് പറഞ്ഞാലോ വാങ്ങിച്ചാലോ കിട്ടുന്നതല്ല, താനേ വരണം. എനിക്കൊരു റേഞ്ച് ഉണ്ടെന്ന് പറയാൻ പോലും ഒരു റേഞ്ച് വേണം. ശരി, നമുക്കുള്ളിൽ ഒരു വഴക്ക് വേണ്ട. എനിക്ക് വരുന്ന ലാഭത്തിൽ നിനക്ക് 30%, എനിക്ക് 70%. ഓക്കെ ആണോ? ഹലോ, ഞാനാ നിവിത. നിവിത? അർജുൻ, പറയൂ നിവിത. ഞാനിവിടെ ഓട്ടോനഗർ അയൺ ഇൻഡസ്ട്രിയിലാണുള്ളത്. നീ എന്തിനാ അങ്ങോട്ട് പോയേ? അഭിമന്യു ഇവിടെ ഒരു ഡീല് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ വരാം, നീ ഒന്ന് സൂക്ഷിക്കേ. നാല് എല്ലും കഷ്ണം വിട്ടെറിയുന്നത് കൊണ്ട് പുലി ഒരിക്കലും ഒരുത്തൻ്റെ അടുത്ത് പട്ടിയായി നിൽക്കില്ല. പിന്നെ കണ്ട തെരുവ് പട്ടികളെല്ലാം പുലിയുമായിട്ട് കളിക്കും.
എനിക്ക് പുലിയായിട്ട് ജീവിക്കാൻ മാത്രമേ അറിയൂ. സംസാരിക്കുന്നതിന് മുൻപ് നല്ലതുപോലെ ആലോചിക്കണം, അല്ലെങ്കിൽ ചത്തുപോകും. നീ ഇനിയും അഭിമന്യുവിനെ കുറിച്ച് പറയുന്നത് നിർത്തിയില്ലെങ്കിൽ അരുണാചലം 2 മിനിറ്റ് മാത്രം മതി നിന്റെ ബോഡി വീട്ടിലെത്തിക്കാൻ. ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശൻ ദിവസവും കഥ പറയാറുണ്ട്. കഥയുടെ ക്ലൈമാക്സിൽ മാത്രം കോമൺ ആയിട്ട് ഒരു കാര്യം പറയാറുണ്ട്. അതെന്ത് കാര്യമെന്നറിയാമോ? കൊല്ലാൻ തീരുമാനിച്ച ഒരുത്തൻ തീർച്ചയായും ചാവാനും തയ്യാറാകേണ്ടതാണെന്ന്. ഈ ഗജ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയത്തില്ല. ചെളിയിൽ പുരളുന്ന പന്നി എത്ര വലുതായാലും നന്ദീശനാവില്ല. ആ രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചോളൂ. ആരാ നീ? അർജുൻ, പോലീസ് മൂവ്. എന്തു പറ്റി അബി? നീ എന്റെ കൂടെ സന്തോഷമായിട്ടല്ലേ ഉള്ളത്? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? സന്തോഷമായിട്ടുണ്ടെന്ന് നീ സത്യം പറഞ്ഞാലും എനിക്കത് കള്ളമായിട്ടാ തോന്നുന്നത്. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്തതാ എനിക്ക് ഓർമ്മയില്ല. നിന്റെ കൂടെ ഞാൻ സന്തോഷത്തിലാണോന്ന് നീ ചോദിക്കുന്നു. നീ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടെന്ന് ഞാൻ പറയൂ. ഇതൾ മൂടുമീ ഇളനീർനൂലിലെ ഒളിമിന്നലിൽ മെല്ലെ തഴുകിടാം. രതിരേഖ പോൽ പതിയെ നെഞ്ചില് ചില നാഴികൾ മധുരം നുകരുമോ? ചങ്കിലെ ചെറുനൊങ്കിലെ ചുടുനീർ തുള്ളി വാങ്ങാം. ശലഭമായി തേൻ ശകലമായി മേൽ ചേർന്നുലാവാം. You are my awesome girl. Yeah, yeah. You are my awesome boy. Yeah, yeah. You are my awesome boy. Yeah, yeah. Ooh, oh. തനുമില്ലി പെയ്യും പോലൊരു നേരത്തിൽ കണമുണ്ണാൻ കൂടി പോരു ചങ്ങാതി. നിൻമേഘപ്പുൽപ്പൂങ്കുടയിൽ ചേരാം ഞാൻ. നീ നീട്ടും മുത്തം ചുണ്ടിൽ വാങ്ങിടാം. ഇതൾ മൂടുമീ ഇളനീർനൂലിലെ ഒളിമിന്നലിൽ മെല്ലെ തഴുകിടാം. നിൻ ചിറകിൽ ചിരകാലം ഞാൻ നീന്തിടാം. നിൻ മഴവിൽ മലയിൽ മയിലായി ചേക്കേറാം. ഞാൻ കണ്ണിക്കടവിൽ നിന്നെ പൂട്ടിടാം.
ഇതൾ മൂടുമീ ഇളനീർനൂലിലെ ഒളിമിന്നലിൽ മെല്ലെ തഴുകിടാം. വണ്ടി കയറി. എടുത്ത് കയറി. ആ, കയറ്, കയറ്. വണ്ടി എടുക്കണം. എടുക്കാം വണ്ടി. ഇത് അവിടെ വെക്കേ. നീ എന്താ നോക്കി നിൽക്കുന്നത്? ഇത് അങ്ങോട്ട് വെക്കേ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എടോ, അത് സൂക്ഷിച്ച് വെക്കേ. അത് മുകളിൽ വെക്കേ. അതെടുക്ക്. അതുകൊണ്ട് കാറിൽ വെക്കേ. ഇതാ സാറേ. ആരാടാ ഈ ACP അർജുൻ? എന്റെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ അത്രയ്ക്ക് ധൈര്യമോ? ഞങ്ങൾ ആരാണെന്നറിയോ? അഭിമന്യുവിന്റെ ആളുകളാ. മീശ പോലും കിളുക്കാത്ത കൊച്ചു പയ്യൻ. എന്താടാ ഓവറാവുന്നേ? അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. എന്താ സാറേ ഈ കോമഡി പറഞ്ഞപ്പോ തന്നെ ഗണ്ണെടുത്തേ? ഇപ്പൊ സംസാരിക്കടാ. ഹലോ അർജുൻ, ഒന്ന് വേഗം വാ. Yeah. എന്ത് ചെയ്യുവാ? ആ വരാം. 5 minutes. അവനകത്തേക്കിട്ടോ. കള്ളപ്പോലെ കരനടിച്ച് പൊട്ടിക്കും ഞാൻ. അർജുൻ, ഏയ്, ഏയ്. 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 ഹലോ മാഡം, നിങ്ങളുടെ ഫ്രണ്ട് അഞ്ജലി ആരോ കൊന്നിരിക്കുന്നു. എവിടാ? വെലകരേരു മലയിലാ മാഡം. ദാ ഞാൻ വരുന്നു. അർജുൻ, വേഗം പോ. അഞ്ജലി എന്ന ന്യൂസ് റിപ്പോർട്ടറെ അതിദാരുണമായി കൊന്നിരിക്കുകയാണ്. സൂര്യതേജ റിപ്പോർട്ടർ അഞ്ജലി അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൃത്യമായിട്ട് പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അഭിമന്യു തന്നെയാ. അഞ്ജലി, അഞ്ജലി, അഞ്ജലി. സർ, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു. മരിച്ച കുട്ടിയുടെ പേര് അഞ്ജലി എന്ന. ന്യൂസ് റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്നു. അവൾക്ക് അച്ഛനും അമ്മയില്ല. ഉള്ള ബന്ധുക്കൾക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവരിപ്പോ എത്തും. എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ? ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല സർ. ശരി. അർജുൻ, എന്നെ അഭിമാനിയുടെ അടുത്ത് കൊണ്ടുപോ. വേണ്ട, നാളെ കാലത്ത് പോവാം. നോ, ഇപ്പൊ തന്നെ കൊണ്ടുപോ.
വേണ്ട, നാളെ കാലത്ത് പോവാം. സൂര്യതേജ ന്യൂസ് റിപ്പോർട്ടർ അഞ്ജലിയെ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അവനെന്തേ? അവനെന്ന് വെച്ചാ അഭിമന്യു. അദ്ദേഹം വീട്ടിലില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. പറഞ്ഞോളൂ. ഓ, നീയാണോ അഭിമന്യുവിന്റെ ഭാര്യ? നാട്ടുകാരുടെയൊക്കെ ജീവൻ എടുക്കുന്ന നിന്റെ ഭർത്താവ് 100 കൊല്ലം ജീവിക്കാൻ വേണ്ടി നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാണോ? നിന്റെ ഭർത്താവ് കാരണം ഞങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായി. അവൻ കാരണം മരിച്ചവർക്ക് ഒരുപാട് ആവശ്യമുള്ളവരാണ് ഞങ്ങൾ. അവരുടെ സിറ്റുവേഷൻ കണ്ട് വിഷമിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കുകുത്തികളെ പോലെ നിൽക്കുവാണ് ഞങ്ങൾ. മനസ്സിലായോ നിനക്ക്? എങ്ങനെ ഇവന് മനുഷ്യരെയൊക്കെ കൊല്ലാൻ കഴിയുന്നു? പ്രാണന്റെ വില അവൻ എന്താണെന്ന് അറിയാമോ? അതൊക്കെ അവനെങ്ങനെ അറിയാനാണല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ ആയല്ലോ. ഞാൻ ഒന്നും പറയാത്തത് കൊണ്ട് നീ പറയുന്നതെല്ലാം സത്യമാണെന്നുണ്ടോ? ഇതുവരെ നീ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ദേ നോക്ക്, എന്റെ ഭർത്താവിനോട് നല്ല രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറ്റാൻ പറഞ്ഞില്ലേ? എന്റെ ഭർത്താവ് ആര് പറഞ്ഞാലും കേൾക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു ജോലി തുടങ്ങിയ അത് പകുതിക്ക് വെച്ച് നിർത്തില്ല. അത് അവസാനിപ്പിച്ചിട്ടേ വരൂ. അദ്ദേഹം ചെയ്യുന്ന ഈ ജോലി കാരണം എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി എല്ലാം ഒരു ലിമിറ്റോടെ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അറിയായിരുന്നു. കുറെ ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ. മോരുവെള്ളം എടുത്തോണ്ട് വരട്ടെ? വരൂ അർജുൻ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എല്ലാം നല്ലതിനെന്ന് വിചാരിക്കാം. നീ പോയി നന്നായി റെസ്റ്റ് എടുക്ക്. നാളെ കാണാം നമുക്ക്. എന്റെ പയ്യൻ അകത്ത് പിടിച്ചിട്ടോ? ആരാടോ താൻ? എന്തിനാ പിച്ചക്കാരൊക്കെ അകത്തേക്ക് എന്തോന്ന്? ഞങ്ങൾ പിച്ചക്കാരാ. പിന്നല്ലാതെ എടോ, ഞങ്ങളുടെ ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ റൗഡികളാ. നീയൊക്കെ റൗഡികളോ? വെച്ചുവാണി പെറുക്കുന്നവരെ പോലെ ഉണ്ടല്ലോടാ കണ്ട. അല്ല സാറേ, ഞങ്ങൾ റൗഡികളാ. അതിനെന്തിനാ ഡാൻസ് കളിക്കുന്നേ? ബർമ ബസാറിലെ കള്ള DVD വിൽക്കുന്നവരെ പോലെ ഉണ്ടല്ലോടാ. നീയൊക്കെ റൗഡിയാണ് പോലും. ശരി പോട്ടെ, നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാം. അല്ല ഇപ്പൊ എന്തിനാ വന്നെന്ന് പറയേ? അതെ, ആ പയ്യനെ അറസ്റ്റ് ചെയ്തില്ലേ? അവനെ പുറത്തു കൊണ്ടുപോകാൻ വന്നതാ. പുറത്തു കൊണ്ടുപോകാൻ? ഏതവനെ? നോക്ക്. ഓ, അപ്പൊ ഇഡ്ഡലി പീസിന്റെ അപ്പൻ നീയാണല്ലേ? ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. കലാകാരന്മാരായ ഞങ്ങളെ അപമാനപ്പെടുത്തുന്നു. കലാകാരന്മാരോ? അതാരാ? കലാകാരന്മാരെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ്. കാണുന്നോ ഞങ്ങളെ പെർഫോമൻസിനെ? പെർഫോമൻസ് ഒക്കെ എന്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി ഉള്ളതാണോ? കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞങ്ങളുടെ ACP ഒന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് കാണിച്ചു. സ്റ്റേഷനിൽ വന്ന് SI പേടിപ്പിക്കാനോടാ? ഞങ്ങളുടെ ACP ഒന്ന് വരട്ടെ, നിന്നെയൊക്കെ സെക്കൻഡ് ഷോ കാണിക്കാം. പോടാ പോടാ, പോയി കയറാ. നീക്ക് കുറച്ച് അകത്ത് എടുക്കാം. അബി, ഈ പുള്ളി അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. എപ്പോഴോ വരുന്നു, എപ്പോഴോ പോകുന്നു. ഹലോ മാഡം, പറയൂ സുജിത്. ഇവിടെ അഭിമന്യുന്റെ ആൾക്കാരും പോലീസുകാരും തമ്മിൽ തല്ലുകിടക്കുക. അതെ മാഡം, ഞാൻ ചാനലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വേഗം വാ. ഞാൻ ഇപ്പൊ തന്നെ വരാം.
Oh shit. നീ കൊല്ലാൻ പറയുന്ന ഈ അഭിമന്യു വേറെ ആരുമല്ല, എന്റെ സ്വന്തം ചേട്ടനാ. നിന്റെ സ്വന്തം ചേട്ടനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെല്ലാം അറിയണമെങ്കിൽ പഴയ കാലത്തേക്ക് ഒന്ന് മടങ്ങിപ്പോണം. അച്ഛനമ്മയും മരിച്ചതിന് ശേഷം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഞങ്ങളുടെ വില്ലച്ചനാണ് ഞങ്ങൾക്ക് എല്ലാം തന്നെയായിരുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. ഈ കണ്ണീരും കഷ്ടമൊക്കെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി വരുന്നതല്ല. അവന് ബലം കൂടുതൽ കൊടുത്ത് എങ്ങനെ ജീവിക്കണമെന്ന് അവനെ പഠിപ്പിക്കുകയാണ്. എല്ലാ മക്കളും അമ്മയച്ഛന്മാരുടെ സ്വത്താണ് നോക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ ലക്ഷ്യമാണ് നോക്കേണ്ടത്. അതുമാത്രമല്ല, അത് നിറവേറ്റുന്നതിനായി ദിവസേന പോരാടി ജയിക്കണം. അർജുൻ, അബി, ഞാൻ പോരാടുന്ന ഈ ധർമ്മയുദ്ധത്തിൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ആയുധമായിരിക്കണം. അനീതി ഇല്ലാതാക്കാൻ അർജുനന്റെ രഥം ഒട്ടിയ സാരഥിയായിട്ടിരിക്കും. ഒരാളുടെ പോരാട്ടം വിജയിക്കുന്നതിനായി നാം ഇരുട്ടിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അപ്പോ അഞ്ജലി കൊന്നതാരാ? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരോ നമ്മുടെ പ്ലാനിങ് മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവളെ കൊലപ്പെടുത്തണമെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളെക്കാൾ അഡ്വാൻസ് ആയിരിക്കണം. എന്തിനും നമ്മളെല്ലാവരും സൂക്ഷിക്കണം. ഐ എം സോറി. ചേട്ടൻ ആരാന്ന് എനിക്ക് അറിയാതെ അനാവശ്യമായിട്ട് ഞാൻ ഓവർ റിയാക്ട് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. ഹലോ ഹലോ, ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും ഗൺസ്, വെപ്പൺസ്, റൗഡീസ് ഇതൊക്കെ ഉള്ളോ? ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വരൂ. ഡോ അൻസാരി, ആരാത്? കുറെ നേരമായാലും ഒച്ചുണ്ടാക്കുന്നു. ആ തടിയന്റെ ബന്ധുക്കളാ സാറേ. എല്ലാം കലാകാരന്മാരാ, ധീരന്മാര്, ശൂരന്മാര്, റൗഡികള്. അൻസാരി, വല്ല മനസ്സിലാവുന്ന പോലെ എന്തെങ്കിലും പറ. അതെ സാറേ, ആ തടിയൻ ചെറുക്കന്റെ ബന്ധുക്കളാ, നാടകക്കാരാ. ഭയങ്കര കോമഡിയാ സാറേ. അതെയോ? അതെ സാർ. ശരി, വാ, അവരുടെ കോമഡി ഒന്ന് കാണാം. എനിക്ക് വാ സാറേ. ആ വരൂ സാറേ. ഞങ്ങൾ വിടാൻ പറയൂ സാറേ. സെല്ലോ പിടിച്ച് സാറേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ഒരു റൗഡിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാ? ഡ്രാമക്കാരാണ് സാറേ. സാറേ ക്ഷമിക്കണം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. സാറേ സാറേ, ഞങ്ങളെ വിടണം സാറേ. ഞങ്ങൾക്കൊരു ഭജനപ്പാട്ടുണ്ട് സാറേ. പ്ലീസ് സാറേ, ഞങ്ങളെ വിട്ടേക്ക്. പോവാം. ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒക്കെ കാരണേ തല ചൂടായിട്ടിരിക്കുക. ഒരു നല്ല സ്കിറ്റ് ചെയ്യേ. അങ്ങനെ സ്കിറ്റ് ചെയ്തോണ്ട് വിടില്ല. നിങ്ങൾ ചെയ്യുന്ന സ്കിറ്റ് എനിക്ക് ഇഷ്ടപ്പെടണം. ഞാൻ അത് കണ്ട് ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് പുറത്തു പോവാം.
ശരി സാർ. പോ പോ വാ വാ. നല്ലോണം സ്കിറ്റ് ചെയ്താൽ നമുക്ക് നീ രക്ഷപ്പെടാം. എങ്ങോട്ടാടാ പോകുന്നത് തടിയാ? അല്ല ഞാനും പോയി സ്കിറ്റ് ചെയ്തിട്ട് വരാം. നമസ്കാരം സാർ. ഈ സ്കെറ്റില് ഞാനൊരു സാറാ. സാർ നോക്കിക്കോ. മണി 9:30 കഴിഞ്ഞു. 9 മണിയായാൽ പോലും ആരും ഇങ്ങോട്ട് വരാറേ ഇല്ല. ഇവരെയൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് വയലിൽ പോയി കുറച്ച് ഞാറ് നടുന്നതാ. നമസ്കാരമുണ്ട് സാറേ. എന്റെ പേര് മോഹനകൃഷ്ണൻ എന്നാ. ഞാൻ ഈ സ്കൂളിലെ ഒരു സ്റ്റുഡന്റാ. എടാ സമയം എന്തായി? സമയമാണോ മാസ്റ്റർ? സമയമാണോ മാസ്റ്റർ? 9:30 ആയി. 9:30 ആയല്ലോ. സ്കൂൾ എത്ര മണിക്കാ? 9 മണിക്ക്. അരമണിക്കൂർ ലേറ്റാ. എന്തിനാ ലേറ്റായത്? മാസ്റ്റർ, ഞാൻ വരുന്ന സമയത്തെ നമ്മുടെ സ്കൂളിന്റെ പുറത്തെ ഒരു വലിയ ബോർഡ് കണ്ടു. ബോർഡ് കണ്ടു നിന്ന ആ. എന്താ എഴുതിയിരുന്നത് അതില്? ഇവിടെ സ്കൂളുണ്ട്, പെതുക്കെ പോണോന്ന് അവിടെ എഴുതിയിരുന്നു. എടാ അത് വാഹനങ്ങൾക്കാ. നിനക്കല്ലടാ ഇരിയടാ അവിടെ. പുസ്തകം എടുക്കും വായിക്കടാ. വാടാ 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 വാടാ. നീ എപ്പോഴാണ് സ്കൂളിലേക്ക് വന്നേ? എപ്പോ? ഇവിടോട്ടിരിക്കേ. നമസ്കാരം സാറേ. എന്താടാ നീ എവനെക്കാളും ലേറ്റ് ആണല്ലോ. ഞാൻ എപ്പോഴേ വന്നാ സാറേ. ഞാനും ഇവര് ഭയങ്കര കൂട്ടുകാരല്ലേ, അതുകൊണ്ട് ഇവന് വേണ്ടി ഞാൻ ഗേറ്റില് വെയിറ്റ് ചെയ്ത് ഉറക്കം വന്ന് ഉറങ്ങിപ്പോയി എന്റെ സാറേ. അവിടെ ഇരുന്ന് പഠിച്ചു തീർത്തിട്ട് വന്നാ പോരായിരുന്നാ? ലോറിക്കാരൻ വലിയ ശബ്ദത്തിൽ ഹോൺ അടിച്ചു സാറേ. പേടിച്ചെടുത്ത് നോക്കിയപ്പോ ഇവരാണ്ട് ക്ലാസ് റൂമിൽ ഇരിക്കുന്നു. അതുകൊണ്ടാ സാറേ വന്നത്. ഇരിക്കടാ അവിടെ. എന്തിനാടാ കരയുന്നേ? എന്റെ നല്ല കൂട്ടുകാരനാ. ഇടാ ഞാൻ അടിക്കില്ലടാ, നിന്നെ അടിക്കില്ല. എടാ ചെക്ക, നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ? എന്റെ അടുത്തുണ്ട്. എടാ എനിക്കിതാ കൊള്ളാം. എന്നാ കഴിക്കേ. എന്ത് കൂട്ടുകാരാടാ, നന്നായിട്ട് കഴിക്ക്. കൊള്ളാവോ? സാറേ സാറേ സാറേ, ഞാനേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ അത്? നാളെ ഞങ്ങളുടെ വീട്ടിലെ എന്റെ അമ്മൂമ്മയുടെ 60ാം കല്യാണമാ. സാറ് തീർച്ചയായും പറഞ്ഞേ. നിന്നെ പറ്റി ഞാൻ വേറെ എന്തൊക്കെയാ വിചാരിച്ചു. സാറെന്ന് പറഞ്ഞ ജീവനാണല്ലേ. പിന്നെ സാറേ, മിച്ചറ്, അൽവ, മുറുക്ക്, അതുപോലെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് സാറേ. നമ്മുടെ സ്കൂളിൽ നിന്ന് ഞാൻ സാറിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ, വേറെ ആരെയും വിളിക്കുന്നില്ല. എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നേ? അതൊന്നുമില്ല സാറേ. എന്റെ അച്ഛനെ 3 പ്രയോജനമില്ലാത്തൊരു വേണോന്ന് പറഞ്ഞു. ഒന്ന് ഞാന്, ഒന്ന് എന്റെ കൂട്ടുകാരനെ, പിന്നെ മൂന്നാമത്തേത് അപ്പോ ഞാൻ മോശക്കാരനാണല്ലേ? ശരിയാക്കി തരാം. എന്തിനാ അവനെ തല്ലുന്നത്? നിന്നെ അടിക്കാൻ ഞാൻ കൊഞ്ചിക്കാടാ. അതല്ലേ ചെയ്യുന്നത്. അതാ നോക്ക്, രാധ വന്നല്ലോ. എന്റെ അടുത്ത് എന്താ ഇത്ര വേഗത്തില് നടക്കുന്നേ? മാസ്റ്റർ, എന്റെ അനിയത്തിയില്ലേ, അവള് പെണ്ണ് കാണാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പെണ്ണ് വന്നാണല്ലേ? അപ്പൊ നിനക്ക് പഠിക്കാൻ വേണ്ട. മാസ്റ്റർ ശരി നിർത്ത്. ഈ കുറച്ചു നേരം മുമ്പല്ലേ നിങ്ങൾ കൂട്ടുകാരാണെന്ന് പറഞ്ഞത്? ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ തമ്മിൽ അടിക്കാൻ പോകുന്നടാ. രാധ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ സാറേ. രാധ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. രാധ ഇവിടെ വാ, എന്റെ അടുത്ത് ഇപ്പൊ 2 പേർക്ക് സുഖമായല്ലോ അല്ലേ? രാധേ, നിനക്കൊരു സാധനം ഞാൻ തരാം. ഇത് കഴിച്ചോളൂ രാധ. ഇന്നാ ലാലിപ്പാപ്പ്. സൂക്ഷിച്ച് കുറച്ച് അടങ്ങിനടാ. എന്തിനാ നിലവിളിക്കുന്നേ? ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പതുക്കെ സംസാരിക്കണേ. ശരി സാർ. സാറേ, ജിയോ വന്നോണ്ടിരിക്കുക. ഇവ ഒരുത്തൻ ഡിയോ വന്നോണ്ടിരിക്കുക സാർ. എന്താ ഡിയോ വന്നോണ്ടിരിക്കുകയാണ് സാർ? ഡിയോ വന്നോ? എപ്പോ വന്നു? നീ പോ. എടാ ഡിയോ വന്നോണ്ടിരിക്കടാ. അവര് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റാ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്റെ പണി പോകുവേ. സാറിനല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഞങ്ങളെ അല്ലല്ലോ. ഹലോ, ഫയൽ എടുത്തിട്ട് വരാം. ഞാൻ വരുന്നവരെ വരെ പിടിച്ച് അകത്തേക്കിട്. പെട്ടെന്ന് എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്?
അതെ, നമ്മളിപ്പോ ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ? പറയാം. കൂൾ. ഇത് അഞ്ജലി മർഡറായിട്ട് ബന്ധപ്പെട്ട ഫയൽസാണ്. ഇത് സിറ്റിയിൽ നടക്കുന്ന ഡ്രഗ്സ്, പിന്നെ പെൺകുട്ടികളെ കടത്തുന്ന ഇല്ലീഗൽ ബിസിനസ്, അങ്ങനെയുള്ള ക്രിമിനൽ ഫയൽസാണിത്. അഭിമന്യു, ഇതുവരെയുള്ള നമ്മുടെ ക്ലൂസ് വെറും 50% മാത്രമേ ഉള്ളൂ. ഫർദർ സ്റ്റെപ്സ് എടുത്തു വയ്ക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും. ശരിയെന്നാ, ഞാൻ പോകുന്നു. പിന്നീട് കാണാം. ഓക്കെ, ടേക്ക് കെയർ. യു ടു. എന്താ നടക്കുന്ന ഇവിടെ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്യുന്നു? സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പോയി മുത്തശ്ശനെ ചോദിക്കേ. ഹേയ്, ഹായ് നിവിത. ഹായ്. ഹായ്, നീ എന്താ ഇവിടെ? ഒരു കേസിന്റെ കാര്യത്തിന് വന്നതാ. ഓ ശരി, ഞാൻ പോവാ. സമയമായി. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഏയ് വിട്, എനിക്ക് പോണം. എങ്ങോട്ട്? ഓഫീസിൽ അർജന്റായിട്ട് ജോലിയുണ്ട്. അർജുൻ, വഴി വിടാ പ്ലീസ്. എൻ്റെ കൂടെ വരുന്നോ? ഞാൻ വരില്ല. അല്ല, എങ്ങോട്ടാ? നീ എങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നോ അങ്ങോട്ട് തന്നെ. ഒന്ന് പോ. യെസ് സർ. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ആരടോ? ഇരുന്നോളൂ. പറയൂ. എന്റെ പേര് പത്മനാഭൻ. ഇതെന്റെ സഹോദരൻ ജഗന്നാഥ്. ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരാ. ശരി. നിങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ലാഭം വന്നാ ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് നഷ്ടം മാത്രമേ ഏർപ്പെടുന്നുള്ളൂ. നോക്ക അർജുൻ, ഞങ്ങൾ ആർക്കാണെങ്കിലും 2 ഓപ്ഷൻ മാത്രമേ നൽകാറുള്ളൂ. 1, സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്നത്. 2, ഭൂമിയിൽ നിന്ന് തന്നെ ആളിനെ നീക്കം ചെയ്യുന്നത്. എന്തു വേണമെന്ന് താങ്കൾ തന്നെ തീരുമാനിച്ചു. അതെ പത്മനാഭം, ഇതുവരെ നിങ്ങൾക്ക് തടസ്സുന്നവർ വലിയ റൗഡി ആയിരിക്കാം. നിങ്ങൾ മാറ്റർ ചെയ്തത് അവരെ തന്തമാരെ ആയിരിക്കാം. പക്ഷെ ഞാൻ അവരെ പോലെ ഒന്നല്ല. നിങ്ങൾ ജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ എന്ത് ജോലി ചെയ്താലും ഞാൻ തടസ്സം നിൽക്കില്ല. അതല്ല, കാണുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കണം നിങ്ങൾ ആഗ്രഹിച്ചാൽ തോലൊരിച്ച് കളഞ്ഞ മര്യാദയ്ക്ക് വന്ന വഴിക്ക് തിരിച്ചു വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ കുഴിച്ചിട്ടിട്ട് ഈ സ്ഥലം കനകദുർഗ ദേവാലയത്തിന് സ്വന്തമെന്ന് ഒരു ബോർഡ് തന്നെ വെക്കും. ഗെറ്റ് ഔട്ട്. ബൈ അമ്മേ. എടാ നിക്ക്. രാവിലെ നേരത്തെ പോന്നു, പാതിരാത്രി ആകുമ്പോഴാ വരുന്നത്. ചില ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരാറേ ഇല്ല. വീട്ടിൽ പോലും വരാത്തത്ര നിനക്ക് എന്താ അത്ര ജോലി? നീ ഇങ്ങോട്ടായി പോകുന്നേ? മുത്തശ്ശ ബൈ. ഡാ സർ, സൂര്യയുടെ റിപ്പോർട്ട് അഞ്ജലി മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. അതിന്റെ കാരണം ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല ന്യൂസ് എത്തിക്കാം. സർ 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 പ്ലീസ് സർ സർ പ്ലീസ് ഒരു മിനിറ്റ് സാറേ സർ ഒരു മിനിറ്റ് സർ പ്ലീസ് പ്ലീസ് സർ പ്ലീസ് സർ 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 പോലെ സർ 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 പ്ലീസ് സർ. പറയൂ അർജുൻ. നീ അർജന്റായിട്ട് ചാനൽ ഓഫീസിലേക്ക് വാ. എന്തിനാ? ഞാൻ പറയാം. വരുമ്പോ ചാനൽ ID കാർഡ് എടുത്തിട്ട് വാ. ഓക്കെ, I'll come in 5 minutes. അർജുൻ, ഇതാണ് അഞ്ജലിയുടെ ക്യാബിൻ.
ആ കാണുന്ന CCTV ഫുട്ടേജസ് അതിലുണ്ട്. Shit. ആരാടാ നിന്നെ അയച്ചത്? എനിക്കൊന്നും അറിയത്തില്ല സാറേ. കളക്ടറാ സാറിനെ കൊല്ലാൻ പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല സാറേ. ഒന്നും അറിയത്തില്ല. എന്നെ ഒന്നും ചെയ്യരുത് സാറേ. എന്തായി അർജുൻ? ആ അഞ്ജലി കേസ് എന്തായി? എന്തെങ്കിലും തെളിവ്? നോ സർ, ഇൻവെസ്റ്റിഗേഷൻ സ്പീഡാക്കിയിട്ടുണ്ട്. ജേർണലിസ്റ്റിന്റെ കേസാണ്, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ സർ. വേഗം ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അർജുൻ. Okay sir. Okay. I don't leave any suspects and evidence in this case. Okay. Sure sir. എടാ ആരടാ ഡയറക്ടർ? ഈ ഹിപ്പോപ്പൊട്ടാമസിനൊക്കെ എവിടെ നിന്ന് കിട്ടിയടാ? എന്റെ നാട്ടിലെ വസ്തുവൊക്കെ വിറ്റിട്ട് കോടിക്കണക്കിന് പണവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആർട്ടിസ്റ്റാ സാറേ, നല്ല ആർട്ടിസ്റ്റ്. എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. കണ്ടില്ല, അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ട് സാറേ. അതെയോ? അതെന്നെ. എന്നാ ചെയ്യാൻ പറ. നോക്ക്, സീൻ എന്തെന്നാൽ അനിയനും ചേട്ടനും അണ്ണനും നല്ല വയറുവേദന വരുന്നു. അനിയൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യുന്നു. അതാ സീൻ. ഓക്കെ, ടേക്ക് 1 2 3 ആക്ഷൻ. അരിയാ, 2 മണിക്കൂർ കൊണ്ട് എന്റെ വയറ് നല്ല വേദനയാടാ. അതെയോ? ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ ഫോൺ ചെയ്യട്ടെ? വേഗം ഫോൺ ചെയ്യടാ. ഇപ്പൊ ചെയ്യാട്ടോ. ഹലോ ഹലോ, ഡോക്ടർ അല്ലേ? ആ പറഞ്ഞോളൂ. എന്റെ ചേട്ടന്റെ വയറ് വേദനിക്കുന്നു. അതെയോ? ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇപ്പൊ തന്നെ വരാം. ശരി ഡോക്ടർ സാറേ. ഫോൺ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും അത്ര. ആർക്കാണ് ഇവിടെ വയറ്റില് വേദന? എന്റെ ചേട്ടനാണ് ഡോക്ടർ സാറേ. എപ്പം മുതലാണ്? ഒന്ന് നോക്കൂ. വയറുവേദനയാ 2 ഡോക്ടർ. മണിക്കൂറായിട്ട് തനിക്ക് വയറുവേദനയാണോ? അങ്ങനെ എന്താണ് കഴിച്ചത്? 50 ഇഡലി 50 വടയും. 50 അത്രേ ഇഡ്ഡലി, ഉള്ളൂ. 50 വടയോ? മരുന്ന് എഴുതി തരാട്ടോ, വേദനയ്ക്ക് കുറഞ്ഞോളൂ. എന്താ പ്രശ്നം? എന്താ കാണിക്കുന്നേ? വർഷങ്ങളോളം പട്ടിണി കിടക്കുന്നവരുടെ അഭിനയമാണോ ഇത്? ക്യാരക്ടറിലേക്ക് ഇഴകി വരണം, ഇഴകി വരണം. വയറുവേദനയല്ലേ സാർ? അതെ. അതിന് വയറുവേദന എന്ന് പറഞ്ഞാൽ ഇത്രയും ടയേർഡ് ആവണം. നല്ല ഉഷാറായിട്ട് ചെയ്യണം. ഉഷാറായിട്ട് ചെയ്യണമെന്ന് ചെയ്. അപ്പോ നല്ല ഉഷാറായിട്ട് ചെയ്യണോ അല്ലേ? ഉഷാറായി ഇത് കാണിച്ചു തരാം. ഉഷാർ. ഓക്കെ, അതായത് സാർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം ഞാൻ. ഇങ്ങനെ നിൽക്കണം. ക്യാമറ ഫ്രെയിമിലേക്ക് വാ. ഞാനിപ്പോ 1 2 3 ആക്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഞാനാ ഡയറക്ടർ, നീയോ? സാറാ ഡയറക്ടർ. നിന്റെ ജോലി നീ നോക്ക്. വാ, വന്ന് ഡയറക്ഷൻ ചെയ്. ഞാൻ വീട്ടിൽ പോവാം. സോറി സാറേ, സോറി സാറേ, സോറി. മര്യാദയ്ക്ക് നിൽക്കണം. ഓക്കെ, ക്യാമറ ഓൺ. 1 2. സാർ ഉത്സാഹത്തോടെ അല്ലേ? ഉത്സാഹത്തോടെ ഒരു തവണ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ? 1 2 3 ആക്ഷൻ. കൊള്ളാലോ. അതെയോ? 2 മണിക്കൂറായി നല്ല വയറുവേദന. ആണോ? എന്നാ ഞാൻ ഡോക്ടറെ ഒന്ന് ഫോൺ ചെയ്യട്ടെ? ശരി, ഇപ്പൊ വിളിച്ചിട്ട് വരാം. ഹലോ ഡോക്ടർ സാറേ, എന്റെ ചേട്ടന് വയറുവേദനയാണ്. അതെയോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശരി ഡോക്ടർ സാറേ. ചേട്ടാ, ഡോക്ടർ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ. ആർക്കാണ് ഇവിടെ വയറുവേദന? എന്റെ ചേട്ടനാണ് ഡോക്ടർ സാറേ. എപ്പോ തൊട്ടാണ് ഈ വയറുവേദന? 2 മണിക്കൂറായി. എന്താണ് കഴിച്ചത്? 50 ഇഡലിയും 50 വടയും. 50 ഇഡ്ഡലിയും 50 വടയുമോ?
ഞാൻ കുറച്ച് മരുന്നൊക്കെ നിങ്ങൾക്ക് എഴുതി തരാം, അത് കഴിച്ചോളൂ, എല്ലാം ശരിയായിക്കോളും. എന്തോന്നാണ് ഇത്? വയറുവേദന എന്ന് പറഞ്ഞൊരു ഡോക്ടറെ അടുത്ത് പറയുമ്പോ സാറല്ലേ പറഞ്ഞത് ഉത്സാഹത്തോടെ ചെയ്യണമെന്ന്, അതുകൊണ്ടല്ലേ ചെയ്തേ. വയറുവേദന വരുമ്പോ എല്ലാരും അങ്ങനെ പറയൂ. ഇനിയെങ്കിലും ശ്രദ്ധയോടെ ചെയ്. ശ്രദ്ധയോടെ എന്ന് പറഞ്ഞ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ നല്ല ഫീലായി ചെയ്യണമോ? ക്യാരക്ടർ നല്ല സീരിയസ് ആവണം അല്ലേ? അപ്പോ സീരിയസ് ആയിട്ട് ചെയ്യാം. നല്ല സീരിയസ്. അപ്പോ സീരിയസ്. ഓക്കേ, റെഡി. ഓക്കേ, സീരിയസ്. ഓക്കേ, 1 2 3 ആക്ഷൻ. ഓനിയോ ചേട്ടാ, 2 മണിക്കൂറായി എനിക്ക് വയറുവേദനിക്കുന്നു. അതെയോ? ഡോക്ടർ ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യട്ടെ? വിളിക്കടാ ഉടനെ. ശരി. ഡോക്ടർ സാറേ, ഹലോ, പറയൂ. എന്റെ ചേട്ടന് വയറ് വേദനിക്കുന്നു. എന്ത്? എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഞാനിപ്പോ തന്നെ വരാം. ചേട്ടാ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഡോക്ടർ ഇപ്പൊ വരുന്നുണ്ടേ. വരൂ. ആർക്കാണ് ഇവിടെ വയറുവേദന? എന്റെ ചേട്ടനാണ്. എപ്പോ തൊട്ടാണ് ഈ വയറുവേദന? 2 മണിക്കൂറായി. 2 മണിക്കൂറായിട്ട് വയറുവേദനിക്കുന്നു. എന്താണ് കഴിച്ചത്? 50 ഇഡലിയും 50 വടയും. 50 ഇഡലി 50 വടയോ? പേടിക്കേണ്ട ആവശ്യമില്ല, മരുന്ന് ഞാൻ എഴുതിത്തരാം, പെട്ടെന്ന് ശരിയായിക്കോളും. അങ്ങനെയാണോ? എഴുതിത്തരാം. എന്ത് പറ്റി സാർ? എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ തോറ്റുപോയി. സാർ, അതെ സാർ, വയറുവേദന വന്നവൻ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന കണ്ട. ഡയറക്ടറെ, ഇവന്മാരെയൊക്കെ തനിക്ക് എവിടെ നിന്നാണോ കിട്ടിയത്? അഭിനയം പഠിപ്പിച്ചു കൊടുക്കുന്ന എങ്ങനെയാണോ? അഭിനയിക്കൂ സാറേ, അഭിനയിക്കൂ. അവര് നന്നായിട്ട് അഭിനയിക്കുന്നവരാ. അങ്ങനെയാണ് അഭിനയിക്കുന്നുണ്ട്. എന്തോന്നാണ് ഇത്? പ്രൊഡ്യൂസർ സാറിന് ഇഷ്ടമായെന്ന് സാറൊന്നും പറയണ്ട. എന്റെ സ്റ്റേജ് എക്സ്പീരിയൻസ് വെച്ച് ഞാനിപ്പോ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരും. ഓക്കെ? ഓക്കെ സാർ, ബി കെയർഫുൾ. ഓക്കെ സാർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് പെർഫോമൻസ് അല്ലേ? ഓക്കെ, റെഡി. 1 2 3 ആക്ഷൻ. അനിയ ചേട്ടാ, 2 മണിക്കൂർ നേരമായി അതെയോ? വയറ് നന്നായിട്ട് ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ വിളിക്കട്ടെ? ശരി ചേട്ടാ. ഹലോ ഹലോ, ഡോക്ടർ സാറേ. അതെ, എന്റെ ചേട്ടൻ ഒരുപാട് വയറ് വേനിക്കുന്നു. അതെയോ? ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി സാർ. ശരി സാർ, ഞാനിപ്പോ വരാം. വരുന്നത് ചേട്ടാ, ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. ശരി. ആർക്കാണ് ഇവിടെ വയറുവേദന? എന്റെ ചേട്ടനാണ്. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി. വയറുവേദന തുടങ്ങിയിട്ട് എത്ര നേരമായി? 2 മണിക്കൂറായി ഡോക്ടർ. 2 മണിക്കൂറായിട്ട് വയറുവേദനയുണ്ടോ? നിങ്ങൾ എന്താണ് കഴിച്ചത്? ഇഡലിയും വടയും കഴിച്ചു ഡോക്ടർ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ കഴിച്ച് ശരിയായിട്ടില്ല, ഞാൻ മരുന്ന് എഴുതി തരാം, എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയായിക്കോളും. വേഗം എഴുതി കൊടുക്കും ഡോക്ടർ. വയ്യ, വേദനിക്കുന്നു. ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. അടിച്ച് പൊളിച്ചു കളഞ്ഞില്ലേ നീ? ഞാനിതൊരു പ്രതീക്ഷയില്ല ഇത്രയൊന്നും. കണ്ടില്ലേ? സാറേ, ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ട്, ആ ക്യാമറയിലൊന്ന് കാണിച്ചു തരുമോ സാറേ? ക്യാമറമാൻ ഒന്ന് കാണിച്ചു. അതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചുകൂട് സാർ. അടിപൊളിയല്ലേ? ഇവരെല്ലാം നാടക നടീനടന്മാരാ. ചുമ്മാ നാടകം കളിക്കുന്ന പോലെയല്ല അഭിനയിച്ചിരിക്കുന്നത്. അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് കാണിക്കൂ സാർ. ക്യാമറ ഓൺ ചെയ്ത് കാണിക്കേ. ക്യാമറമാൻ ഓൺ ചെയ്ത് കാണിക്കുകയാണ്. കാര്യം പറയാ, കാണിക്കേ. എന്താണ്? ക്യാമറയ്ക്കകത്ത് ചിപ്പില്ല സാർ. ഞങ്ങളെ വിട്ടേക്കണം സാർ. താങ്ക് യു സാർ, താങ്ക് യു സാർ. വെളിയിലോട്ട് വിട്ടിരുന്നേ. ഓക്കെ ഓക്കെ, കോൺസ്റ്റബിൾ അവനെ പുറത്തേക്ക് ഇറക്കി വിട്. രക്ഷപ്പെട്ട് എന്താടാ? ഇന്നലെ രാത്രിയിലാ ചരക്ക് വന്നത്. സാധനം ആരും അറിയാതെ അവിടെ എത്തിക്കണം. നേരം വെളുക്കുന്നതിന് മുമ്പ് സിറ്റി മുഴുവൻ ഉണ്ടായിരിക്കണം. ഓർമ്മ വെച്ചു. ഞാൻ നോക്കിയോളാം. സാധനം ഒറിജിനൽ ആണോ അല്ലയോ ഒന്ന് കാണിക്കേ. എടോ, അതൊന്ന് കാണിച്ചേ.
വലിയ പാക്കറ്റിലാ വന്നത്. ഇത് ചെറിയ പാക്കറ്റായിട്ട് മാറ്റണം. ആ ഓക്കെ, സാധനം ഒറിജിനൽ തന്നെ. പിന്നെന്താ സംശയം? എല്ലാവരും നല്ല ജാഗ്രതയോടെ ഇരിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോലും അറിയാലോ വലിയ ആളെ പറ്റി. ഒരാളും ബാക്കിയുണ്ടാവില്ല. ഓക്കെ ഓക്കെ. അഞ്ജലി കേസ് കമ്മീഷണർ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുവരെയായിട്ട് നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കൊല ചെയ്തവൻ ആരായാലും എത്ര പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നീ ഈ കേസ് കുറച്ച് സീരിയസ് ആയിട്ട് നോക്ക്. ഞാനും ഇതിനെക്കുറിച്ച് ആലോചിക്കാം. സർ, ഇതൊന്ന് നോക്കി. ഓക്കെ, യു ക്യാരി ഓൺ. ഓക്കെ സർ. ആരാടാ നിന്നെ പറഞ്ഞു വിട്ടത്? കളക്ടറാ സാറിനെ കൊല്ലാൻ പറഞ്ഞത്. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല സാറേ, ഒന്നും അറിയത്തില്ല. അബി, പറ അർജുൻ. എനിക്കിപ്പോഴാണ് സിറ്റിയിൽ നടന്ന കിഡ്നാപ്സ് മർഡേഴ്സിനെ കുറിച്ച് കുറച്ച് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. കളക്ടർ ഹേമചന്ദ്ര ഇതിന് പുറകിലുണ്ടോന്ന് എനിക്കെന്തോ സംശയമുണ്ട്. അതെയോ? യെസ്. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ കളക്ടർ ഇന്ന് തന്നെ മീറ്റ് ചെയ്യണം. എന്നാ നമുക്ക് പോയാലോ? ആ, വരാം. ശരി. ചുമ്മാ ചുമ്മാ ചുന്ദരാനേ എൻ മുന്നിൽ വാടാ. ഉമ്മാ ഉമ്മാ നീ വന്നു തന്നാലേ മാറിൽ മുത്താടും മഞ്ഞുമൊത്ത്. പാത്ത് കാട്ടിൽ പതുങ്ങും പാവമാം പൂച്ച പോലെ മനസ്സ്. കണ്ണാടുമ്പോൾ തൂവൽ പൂങ്കവിളിൽ തൊട്ടിച്ച് വന്നിടാമോ കൂടെ നീ? എന്താ കൊച്ചെ ഇങ്ങനെ നടന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന? ഒന്നി ഡാൻസ് കളിക്ക്. ഇവിടെ മനുഷ്യൻ കയറ് പൊട്ടി ഇരിക്കുക. അങ്ങോട്ട് കളിക്കു കൊച്ചേ. അടുവിൽ ഒടുവിൽ മുന പോലെ പിടിച്ചതെന്താണോ രംഗരാജ? മായാലോക പിന്നത്തെ നെഞ്ചത്തെ കണ്ണത്തിൽ വെച്ചതെന്തേ? കാണപ്പൊന്മാനത്തിൽ കേറിയിരിപ്പോരാണോ? ചെറിയ സിംഹറാണി കൂട്ടായി പോരാരാണോ? മൂവന്തി വരവിൽ മൂന്നാം മുക്കൽ കട്ടുരമ്പിന് തേനിന്നാരാട്ട്. കൊക്കു കൊക്കു കൊക്കുരമ്മിയുണരും എൻ രംഗരാജ. 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 പോല 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 പോ. ഈ ഉണർത്ത് പാട്ട് എന്നെ രാവുറക്കല നിങ്ങൾ കാര്യമറിയോ? കുത്തുകല്ലില്ലാട്ടിന ഞാൻ പച്ച കുത്താൻ നിന്നെ മെയ്യാം വെച്ചകത്തിൽ കൊണ്ടേ വെക്കാൻ പൊന്നേ വവാ. കൊമ്പ് കുലുക്കി കൊണ്ടേ വവാ. കുമ്പളം കുത്തും പോലെ മേലെ വരുമ്പൻ മേലെ അമ്പിളി കുമ്പും അല്ലോ. അല്ലോടും കാണുന്നുണ്ടോ? വിശ്വമെല്ലാം അശ്വം പോലെ തുള്ളിയാടും രാമാവുമ്പോൾ അതെമ്മിൽ വീട്ടാലും സാരമേ ഇല്ല. വേണ്ട വേഗം കാട്ടൂലേ, വേണ്ട എല്ലാം കാട്ടൂലേ. നീളമേരും താക്കോല് ഉള്ളും മെല്ലെ പൊട്ടൂലേ. ഇത്ര ഇത്ര സ്വപ്നങ്ങൾ നാം എണ്ണി തീരൂല.
കുക്കുരമ്മിയുണരും എൻ രംഗരാജ കുക്കുരമ്മിയുണരും എൻ രംഗരാജ ചുമ്മാ 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 ഉമ്മ 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 അടവിൽ 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 ഒടുവിൽ മുള പോലെ പിടിച്ചതെന്താണോ രംഗരാജ മായാലോക പെണ്ണത്തെ നെഞ്ചത്തെ കണ്ണത്തിൽ വെച്ചതെന്തേ അത്തരോളം മുത്തം പൂശി രണ്ടു കണ്ണിൽ നിന്നെ ചേർത്ത് വന്നേ നിൽക്കാം സ്വപ്നത്തിന്റെ ദീപിൽ വച്ചാ പടവിന് മേലെ വീഴും മീനായി പിടയും നെഞ്ചം തുടരെ പൊന്നെ എന്താണാവോ രാതിവേദം സത്യമാക്കാൻ നുങ്കു തുറന്നാൽ തേൻ കട്ടി വങ്ങിന് വെറുതെ പേരും കുട്ടി ചെങ്കതല്ലേ തുമ്പ തുവിയള നീ തുള്ളി വീരം വീരം രാവല്ലേ മൂന്നിൽ വീഞ്ഞും മൂന്നണ്ടേ മണ്ണിൽ ഞാനീരുമ്പോൾ കിന്നാരം കാട്ടണ്ടേ തുള്ളി വിടാതെ മൂന്തണ്ടേ മെല്ലെ മെല്ലെ ഇന്നെന്നെ കുടമേന്തി തമ്പൂരാട്ടി തരുന്നതെല്ലാം വാങ്ങണ്ടേ ആരെ അളവിൽ മുങ്ങി നിൽക്കും പൊയ്കൾ ഇപ്പോൾ തന്നെ ചെന്നാലോ കടൽ വറ്റി തീരവോളം നീ കുറുകും എന്റെ മേൽ ഉപ്പും തേൻ കൂടും കടൽ വറ്റി തീരവോളം നീ കുറുകും എന്റെ മേൽ ഉപ്പും തേൻ കൂടും കുക്കുരമ്മിയുണരും എൻ രംഗരാജ കുക്കുരമ്മിയുണരും എൻ രംഗരാജ കുക്കുരമ്മിയുണരും എൻ രംഗരാജ കുക്കുരമ്മിയുണരും എൻ രംഗരാജ എൻ രംഗരാജ പറയടാ സാർ 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 വേണ്ട സാർ കൊല്ലണ്ട സാർ അയ്യോ സാർ പ്ലീസ് പ്ലീസ് സാർ വിജയവാഡയിൽ നടക്കുന്ന കിഡ്നാപ്സ് മർഡേഴ്സ് ഡ്രഗ് മാഫിയ ഇതെല്ലാം ആരാണ് പുറകിൽ നിന്ന് ചെയ്യുന്നത്? എനിക്കൊന്നും അറിയില്ല, എന്നോട് ചോദിക്കണം, എന്നെ കൊല്ലരുത് പ്ലീസ് സാർ പ്ലീസ് പ്ലീസ്. എന്റെ ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞാൽ പാർട്ടി എൻജോയ് ചെയ്ത് വീട്ടിൽ പോവാം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊന്നിട്ട് മോർച്ചറിയിലേക്ക്. എന്താടാ ഇത്ര ആലോചിക്കാൻ? ബുള്ളറ്റ് ഇറങ്ങിയാലേ ബുദ്ധി വരുള്ളൂ. പറയാം സാർ പറയാം, തീർച്ചയായും പറയാം. ഇവിടെ നടക്കുന്ന കിഡ്നാപ്പിങ്ങിനും മർഡറിനും ഒക്കെ കാരണം അത് നമ്മുടെ CM തന്നെയാ. CMO അവരുടെ പദവി നിലനിർത്താൻ വേണ്ടി ഇതെല്ലാം ചെയ്യിക്കുക. അദ്ദേഹം പറയുന്നത് കേൾക്കുകയല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിപ്പിച്ചിട്ട് കഴുത്തറക്കുന്നത് നേരിട്ട് കാണുന്ന പോലെയുണ്ട്. തെറ്റ് ചെയ്തവൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഹാപ്പി ആയിരിക്കും. ഒരു പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ CM ആണോ PM ആണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. നാളെ ഈ കാര്യമെല്ലാം CMന്റെ മുമ്പിൽ വെച്ച് തന്നെ നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ റെഡിയായിരുന്നു. ശശിധർ സാർ, അർജുനും അഭിമന്യുവിനും സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയായിട്ടുണ്ട് സാർ. വിഷമിക്കണ്ട, നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ബുദ്ധിപൂർവമായി CMന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഐ വിൽ കോൾ യു ലേറ്റർ. ഹാപ്പി ജേർണി. കമ്മീഷണർ, എന്താ കാര്യം? സാർ, കളക്ടറെ ആരോ വെടിവെച്ച് കൊന്നിരിക്കുന്നു സാർ. ഞങ്ങൾ
ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് ചെയ്തത് അഭിമന്യുവാണ് സർ. അതുകൊണ്ട് അഭിമന്യുവിനെ കണ്ടതും വെടിവെക്കാൻ ഓർഡർ ഇടാൻ പോവുകയാണ്. ഷൂട്ട് ആൻഡ് സൈറ്റ് ഓർഡർ കൊടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സമയം ഇല്ല സർ. ഇതാ നോക്ക്, ആവശ്യമില്ലാതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ എവിടെയായിപ്പോ? സ്പോട്ടിൽ സർ. ഓക്കെ, എന്നാ വേഗം പുറപ്പെട്ട് എന്നെ വന്ന് കാണ്, എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ സർ. ഉടനെ തന്നെ പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി കാര്യം പറയാൻ നല്ലത്. ഗുഡ് മോർണിംഗ് സർ. സർ, അഭിമന്യുവിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ വളരെ ലേറ്റാണ്. ഇതിൽ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടതില്ല സർ. സാർ എന്തിനാ തടുക്കുന്നതെന്ന് അറിയത്തില്ല. അമ്മാവാ, അഭിമന്യുവിന് ഷൂട്ട് ആൻഡ് സൈറ്റ് ഓർഡർ ചെയ്യാൻ ഇതാണ് കൃത്യമായ സമയം. ഇനി താമസിക്കരുത്. കമ്മീഷണർ സർ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനെങ്ങനെ ധൃതി പിടിക്കുന്നേ? സർ, സിറ്റിയിൽ നടക്കുന്ന എല്ലാ കൊള്ളയ്ക്കും ഇവനാണ് കാരണം. ഇല്ല, ഇതുവരെ മരിച്ചവരൊക്കെ ആരാ? ഏതോ ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലായവർ. സർ. കമ്മീഷണർ സർ, ഈ അഭിമന്യു ആരാണെന്ന് അറിയാമോ? അഭിമന്യു എന്റെ അനിയന്റെ മകനാണ്. അതുമാത്രമല്ല, ACP അർജുനന് സ്വന്തം ജ്യേഷ്ഠനാണ്. ഈ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ ആരാണ് കാരണമെന്നറിയാൻ ഞാൻ അപ്പോയിന്റ് ചെയ്ത സ്പെഷ്യൽ അണ്ടർ കവർ പോലീസ് ഓഫീസർ. യെസ്, അടുത്ത സ്റ്റേറ്റിൽ IPS കഴിഞ്ഞ അഭിമന്യുവിനെ കേന്ദ്ര ഗവൺമെന്റ് പെർമിഷനോടുകൂടി ഇവിടെയാണ് ഞാനാണ് അപ്പോയിന്റ് ചെയ്തത്. അതെ സർ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ നാട്ടിൽ അഭിമന്യുവിനെ പോസ്റ്റ് ചെയ്യാനായി ഓർഡേഴ്സ് പാസ് ചെയ്യുക. ഓക്കെ സർ. സർ, സുനിത, ഞാൻ ലൈനിലുണ്ട്. മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. അമ്മാവാ, അഭിമന്യുവിനെതിരായിട്ടുള്ള ഷൂട്ട് ആൻഡ് സൈറ്റ് ഓർഡർ എന്തിനാ ക്യാൻസൽ ചെയ്തത്? പറഞ്ഞില്ലേ, അവൻ ഒരു സ്പെഷ്യൽ അണ്ടർ കവർ പോലീസ് ഓഫീസറാണെന്ന്. അതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. അവന്റെ ഡ്യൂട്ടി അവൻ ചെയ്തു. ഡ്യൂട്ടി? അത് ശരി. അഭിമന്യു അണ്ടർഗ്രൗണ്ട് പോലീസ് ഓഫീസർ എന്ന് എന്തുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ല? ചില കാര്യങ്ങൾ ചിലരോട് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. എന്നുവെച്ചാ? വാട്ട് യു മീൻ? എല്ലാവരും സ്വത്താണ് പങ്കുവെക്കാറ്, പക്ഷെ അവർ രണ്ടുപേരും എന്റെ അനിയന്റെ ലക്ഷ്യമാണ് പങ്കുവെച്ചത്. അതുകൊണ്ട് അവരാണ് എന്റെ ശരിയായ ഈ പറയുന്നത്. അപ്പോ ഇത്രയും നാള് നിങ്ങൾ പറഞ്ഞ ജോലിയെല്ലാം ഞാൻ ചെയ്തല്ലോ. അപ്പൊ ഞാൻ ആരാണെന്ന് നീ അങ്ങനെ വിചാരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അഭിമന്യു ഗവൺമെന്റിൽ നടക്കുന്ന അക്രമത്തെയും അന്യായത്തെയും കണ്ടുപിടിച്ച് അതിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യുന്നു. അവന് സഹായത്തിനായി ACP അർജുനുമുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് ആധാരങ്ങളുമുണ്ട്. ഇവിടെ നോക്ക് ശശിധർ, അവർ നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി അവർ ചെയ്യുന്നതിനെ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതുപോലത്തെ വലിയ മനസ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും, എനിക്കില്ല. അവരുടെ പക്കലുള്ള തെളിവ് വെച്ച് ആദ്യം എൻക്വയറി ചെയ്താൽ കൊടുക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ സംഭവിച്ച 30 വർഷമായിട്ട് CM ആകണമെന്നുള്ള എന്റെ സ്വപ്നം വെറും സ്വപ്നമായി മാറും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അമ്മാവാ, നിങ്ങൾ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. മര്യാദയ്ക്കായി എവിഡൻസ് ഒക്കെ ഇവിടെ വന്നിരിക്കണം. യെസ്, ഐ വാണ്ട് ഇറ്റ്. എനിക്ക് ശ്വാസമുള്ളിടത്തോളം അത് നടക്കില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കും. എന്താ ഭീഷണിപ്പെടുത്തിയ? ഞാൻ ഒരു പ്രാവശ്യം വാണിംഗ് തരത്തുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം കൊന്നുകളയും. ഞാൻ ചത്താ പോലും നിനക്ക് ആ തെളിവുകൾ തരില്ല. അങ്ങനെയാണെങ്കിൽ നീ ജീവിച്ചിരിക്കരുത്. സത്യ, ഒന്ന് വേഗം വാ. എന്താ സാർ, കൊന്നോ? ഞാൻ കൊന്നില്ലടാ. ദേഷ്യപ്പെട്ട അവളെ ഒന്ന് തെള്ളിയിട്ടു. അവള് പോയി ഭിത്തിയിൽ ഇടിച്ച് താഴെ വീണു. ആദ്യം ഡോക്ടറെ ഒന്ന് വിളിക്കേ വേഗം. ഓക്കെ, ഒരു 5 നിമിഷത്തിൽ വന്നേക്കാം. ഡോക്ടർ സാറേ, അർജന്റായിട്ട് CM-ന്റെ വീട്ടിൽ വരും. മുൻവാതിലിൽ കൂടെ വേണ്ട, അവിടെ പ്രസ്
ബസ്സുകാരുണ്ട്. പിറകിലത്തെ വാതിൽ വഴി വന്നാൽ മതി. പറഞ്ഞു സാർ, അദ്ദേഹം വന്നോണ്ടിരിക്കുക. അപ്പൊ എന്നാണ് നിന്റെ വിവാഹം അർജുൻ? ഇപ്പൊ അതിന് തിരക്കൊന്നുമില്ല ചേട്ടാ. ഹലോ, ഞാൻ നിങ്ങളെ ഫാമിലി ഡോക്ടർ നിരഞ്ജനാണ്. നിങ്ങളുടെ വല്യച്ഛന്റെ ആരോഗ്യം തീരെ മോശമാണെന്ന് CMന്റെ PA ഫോൺ ചെയ്തിരുന്നു. ആ കാര്യം നിങ്ങൾക്ക് അറിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഫോൺ ചെയ്തതാ. ഞാനിപ്പോ അവിടെ പോവുകയാണ്, നിങ്ങൾ വന്നോളൂ. ശരി. ഓക്കെ ഓക്കെ അർജുൻ. വെല്ലിച്ചിന് സുഖമില്ലാന്ന് ഡോക്ടർ വിളിച്ചതപ്പോ. ഡോക്ടർ സാർ വന്നു. എന്തു പറ്റി? ആദ്യം അദ്ദേഹത്തിനെ നോക്ക്. ഡോക്ടർ, കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ വളരെ സീരിയസ് ആണ് സാർ. നോക്ക്, പുറത്ത് പ്രസ്സുകാരുണ്ട്. അവരോട് കണ്ടീഷൻ നോർമൽ ആണെന്ന് മാത്രമേ പറയാവൂ. അവർക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. അത് തന്നെ പറഞ്ഞേക്കണേ. വേഗം ചെല്ലേ. നോക്ക്, പുറത്ത് പ്രസ്സുകാരുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഓക്കെ. ഞാൻ എന്ത് പറഞ്ഞാലും നീ തല മാത്രം ഓവർ ആക്ഷൻ ചെയ്യാൻ പാടില്ല. വാ. CM സാറിന്റെ കണ്ടീഷൻ ആരോഗ്യമായിട്ട് തന്നെ ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. നോ. എന്ത് വേണേലും സംസാരിക്കാവോ? നിക്ക്, എന്താ പറ? മന്ത്രിയുടെ ഹെൽത്ത് കണ്ടീഷൻ നോർമൽ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിൽ സത്യമുണ്ടോ സാർ? CMന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല റെസ്റ്റ് വേണം. നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഓക്കെ ഡോക്ടർ, നിങ്ങൾ പറ. ഹലോ, അല്പനേരത്തിൽ ഹെൽത്ത് ബുള്ളറ്റിൻ ഞങ്ങൾ റിലീസ് ചെയ്യും. ഹലോ, പറ അർജുൻ. വെല്ലിച്ചിന് സുഖമില്ലാന്ന് അറിഞ്ഞു, ശരിയാണോ? പോടാ. വെല്ലിച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് റെസ്റ്റ് വേണം. ബൈ ദി വേ, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറഞ്ഞു. എന്താ മാമ അത്? ഇത് ഫോണിൽ പറയാൻ പറ്റത്തില്ല അർജുൻ. നീ നമ്മുടെ കോട്ടൺ മില്ലില്ലേ, അവിടേക്ക് വന്നേക്ക്. വരുമ്പോ അബിയെ വിളിച്ചോണ്ട് വന്നേക്കണം. മാറ്റർ ഒക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ? ഓക്കെ മാമ. വാ. CMന്റെ ആരോഗ്യനിലയിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ നിരഞ്ജനും അദ്ദേഹത്തിന്റെ മരുമകനും പറഞ്ഞു. ക്യാമറാമാൻ രഞ്ജിത്തിനോടൊപ്പം വന്ദന, സൂര്യതേജ ന്യൂസ്, വിജയവാഡ. ഹലോ സാറേ. എന്താ മാമ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? നിങ്ങളുടെ അടുത്ത് സിറ്റിയുമായി ബന്ധപ്പെട്ട മർഡേഴ്സ്, കിഡ്നാപ്സ്, പ്രൂഫ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അമ്മാവനാ പറഞ്ഞത്. അതെനിക്ക് വേണം. നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അദ്ദേഹത്തിന് വയ്യാതിരിക്കുകയല്ലേ. അപ്പോ വെളിച്ചൻ നോർമൽ ആയ ശേഷം ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ തെളിവൊക്കെ ശേഖരിച്ചത്. ഇനി കുറച്ച് നാളുകൂടെ വെയിറ്റ് ചെയ്താ ഇതിൻ്റെയൊക്കെ പുറകിൽ ആരാന്ന് കണ്ടുപിടിക്കാം. അതുവരെ എന്തായാലും ഈ തെളിവുകളൊക്കെ വെള്ളിച്ചൻ ചോദിച്ചാലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? നിങ്ങൾക്ക് എന്നോട് വിശ്വാസമില്ലേ? അങ്ങനെ പറയരുത്. തരാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കില്ലല്ലോ. ഒരു പദവിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം തെറ്റ് ചെയ്യണം? ഒരു സ്ഥലത്ത് ഒരു CM ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ അനുജൻ നേരത്തെ തന്നെ പോയി. അവർക്ക് ഈ സിറ്റുവേഷൻ വരാൻ കാരണം ആരാണെന്ന് അറിയാവോ? ഗസ്. ഇറ്റ്സ് മീ. മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന്. ഞങ്ങളുടെ അച്ഛനെ കൊന്നത് നീയോ? നല്ലതുപോലെ എൻജോയ് ചെയ്തു. എങ്ങനെ മരിച്ചെന്ന് നിങ്ങൾക്ക് അറിയണോ അല്ലേ? പറയാം, എനിക്ക് പേടിയൊന്നുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞ ഉടനെ നിങ്ങളെ രണ്ടുപേരെയും കൊല്ലും. ഓക്കെ? അന്ന് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, എന്താ അമ്മാവ ഇത്?
ആഫ്റ്റർ ഓൾ 3 നേരം ചോറ് കഴിക്കാനില്ലാത്തവര് നിങ്ങളെ എതിർത്താണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുന്നു. അതുമാത്രമല്ല, ആ നിയോജക മണ്ഡലത്തിൽ നിങ്ങളാണ് MLA എന്ന് അറിഞ്ഞിട്ടും. ശരി, എന്ത് ചെയ്യണമെന്നോ? അവൻ ചാലഞ്ച് ചെയ്തത് ഒരു മലയോടാണെന്ന് അവന് മനസ്സിലാവണം. നമ്മുടെ പവർ എന്താണെന്ന് അവന് മനസ്സിലാവണം. ശരിയാണ്, പക്ഷെ അവൻ സത്യത്തിൽ എന്റെ അനിയനല്ലേ? സോ വാട്ട്? അനുജനാണെന്ന് അനുജൻ. ഈ സമുദായത്തിൽ നമുക്കൊരു സ്ഥിരമായ സ്ഥാനം വേണമെങ്കിൽ എടുക്കേണ്ടതും നശിപ്പിക്കേണ്ടതും കുറെയുണ്ട്. ആ പ്രോസസിംഗിൽ കുറെ പേര് ബലിയാകേണ്ടി വരും. അത് എന്റെ ആൾക്കാരാകാം, നിങ്ങളുടെ ആൾക്കാരും ആകാം. ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ ജോലി നടക്കത്തില്ല. നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. എന്താ അത്? ഒരു നാട്ടിലൊരു കർഷകനുണ്ടായിരുന്നു. അവൻ 5 ഏക്കർ നിലമുണ്ടായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടമെടുത്ത് അവൻ അവിടെ വിതച്ചു. ശരിക്ക് കൊയ്തെടുക്കാനായ നാളായപ്പോ കാട്ടുപന്നികൾ വന്ന് ആ നെല്ലൊക്കെ തിന്നു തീർത്തു. കാട്ടുപന്നികളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ ആ കർഷകൻ തന്റെ നിലത്തിലുള്ള നെല്ലെല്ലാം എരിച്ചു കളഞ്ഞു. എല്ലാം ചാമ്പലായിപ്പോയി. പക്ഷെ ആ പന്നികളോ രക്ഷപ്പെട്ട് ഓടിപ്പോയി. ആ കർഷകനെ പോലെ ഞാൻ തെറ്റ് ചെയ്യില്ല. രാഷ്ട്രീയത്തിലെ നിലനിൽപ്പിന് വേണ്ടി ചെറിയ തെറ്റുകളൊക്കെ ചെയ്തെന്ന് വരും. പക്ഷെ സ്വന്തം അനിയനെ തന്നെ കൊല്ലുന്ന ഗതികേടിലൊന്നും ഞാൻ പോവില്ല. ശരി, അതോട് ഈ വിഷയം നമുക്കിവിടെ തന്നെ മറന്നേക്കാം. മറക്കണമെന്നാണോ? ആ വീരഭദ്രനെ അങ്ങ് കൊന്നേക്കാന്ന് കരുതുന്നു. ശരിയല്ലേ? അതിന് പ്ലാൻ ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും. പിന്നെന്താ താമസം? എന്നാ ഞാൻ പോട്ടെ. ഓ. സാർ, ആള് വന്നു. നമസ്തേ സാർ. പുള്ളിക്കാരന് അല്പം പേടിയുണ്ട് സാർ. നിങ്ങൾ കൊല്ലാൻ പറയുന്നത് ആരെയാണെന്ന് അറിയാമോ സാർ? അറിയാം. എന്റെ അമ്മാവന്റെ സ്വന്തം അനിയൻ വീരഭദ്രൻ. സാറേ, ഇത്ര വലിയ നിലയിലുള്ള നിങ്ങൾ വീരഭദ്രനെ പോലെ ചെറിയ ആൾക്കാർക്കെല്ലാം പേടിക്കുന്നതിനാ? വെറും പേപ്പറാന്ന് അങ്ങ് കെയർലെസ് ആയിട്ടിരിക്കരുത്. അത് കറ പറ്റാത്ത പേപ്പറാ. അതിൽ എന്തെഴുതിയാലും അത് സത്യമായിരിക്കും. അത് കീറിക്കളയാൻ പാടില്ല. കത്തിച്ച് ഭസ്മമാക്കിയേക്കണം. എന്നാലും പുള്ളിയെ കൊന്നാൽ നിങ്ങൾക്ക് എന്താണ് ഉപയോഗം? നോക്ക്, ഇന്നോ നാളെയോ എന്റെ അമ്മാവന്റെ സ്ഥാനം മാറും. ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിംഗിൽ തീർച്ചയായും ഞാൻ എത്തും. അതുപോലത്തെ സമയങ്ങളിൽ ഈ വീരഭദ്രനെ പോലുള്ളവരെ അടുത്ത് വെക്കാൻ പാടില്ല. ഇതൊക്കെ നിന്നോട് പറയുന്നത് വേസ്റ്റാ. നീ പോയി പറഞ്ഞ കാര്യം ചെയ്യ്. ഓക്കെ സർ. ചെല്ല്. അവൻ ആവശ്യമുള്ള കൊടുത്തേക്ക്. ശരി സാറേ. ചെല്ല്. അങ്ങനെ എനിക്ക് തടസ്സമാവുമെന്ന് കരുതിയ നിങ്ങളുടെ അച്ഛനെ ഞാൻ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ അയച്ചു. നിങ്ങളുടെ അച്ഛനെ പോലെ ആരെങ്കിലും എനിക്ക് തടസ്സമായി നിന്നാ മേൽലോകത്തേക്ക് അയച്ചേക്കും. കളക്ടറെ കൊന്നിട്ട് ആ കേസ് നിന്റെ തലയിൽ ഇട്ടതേ ഞാനാ. അഞ്ജലി, ന്യൂസ് റിപ്പോർട്ടർ. ആ പെങ്കൊച്ചിനെ കൊല്ലാൻ പറഞ്ഞതേ ഞാനാ. ആ ഫയൽ എവിടെ? ഏത് ഫയല്? ഞങ്ങളുടെ സാറിന്റെ ഓഫീസിൽ നിന്ന് ജോലി ചെയ്തിട്ട് അദ്ദേഹത്തിനെ പറ്റി എന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. എന്റെ കയ്യിൽ ഫയലൊന്നുമില്ല. അതെല്ലാം എന്തിരിക്കുന്നു? എനിക്ക് തടസ്സമായിരുന്ന എന്റെ ഭാര്യയെ കൊന്നു കളഞ്ഞു. പിന്നല്ലേ നിങ്ങള്? എന്നാലും ഇത്രയും പേരെ കൊന്നിട്ട് നിങ്ങൾ സാധിച്ചെന്താണ്? ജീവിതം എന്ന് വെച്ചാൽ ഏണിയും പാമ്പും കളി പോലെ. അതിൽ ജയിക്കണമെങ്കിൽ കുറെ വിഷപ്പാമ്പുകളെ കടന്നു പോകണം. ഞാൻ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോലുള്ള വിഷപ്പാമ്പുകളെ കളയണം. അതുകൊണ്ടാണ് കടിക്കുന്നതിന് മുമ്പ് കളഞ്ഞത്. അണ്ടർസ്റ്റാൻഡ്? ആ കളിയിൽ തോക്കാൻ പാമ്പിനെ കാരണമായി പറയുന്നതിന് മുമ്പ് അതിൽ ജയിക്കാൻ ഏണികളുണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ? മറന്നിട്ടില്ല. ജീവിക്കണമെങ്കിൽ അവകാശങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ എന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചുപേരെ ഞാൻ കൊല്ലേണ്ടി വന്നു. അങ്ങനെ ചെയ്ത് എനിക്ക് അതൊരു ശീലമായി പോയി. ഇങ്ങനെ അവകാശ അധികാരത്തിന് വേണ്ടി വരുന്നവരെയൊക്കെ കൊന്നുകൊണ്ടിരുന്ന നമ്മളെ ജീവിക്കുന്ന ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും. നീ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാത്ത ജീവിതം ജീവിതമേ അല്ല. നോൺസെൻസ്. അങ്ങനെയൊക്കെ ജീവിച്ച് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് നേടി? പക്ഷെ ഒരു കാര്യത്തിൽ നീ മിടുക്കനാ. ഇത്രയും വൃത്തികെട്ട ഈ ശരീരത്തില് നീ ഒരു നല്ലവനെന്ന മുഖംമൂടി അണിഞ്ഞ് വളരെ നന്നായി അഭിനയിച്ചു. ഞാൻ അങ്ങനെയാ. ഐ എം വെരി ഹാപ്പി. എന്നാലും കുറെ നീതി കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ നശിപ്പിച്ചു. നല്ല കാര്യങ്ങൾ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിലും അത് കേൾക്കുന്ന ശീലം എനിക്കില്ലല്ലോ. നോക്ക്,
ഭൂമിയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ തന്നെ എന്റെ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് നിങ്ങളെ രണ്ടുപേരെ മുകളിലേക്ക് അയച്ചേക്കാം. ഓക്കെ? ചെന്ന് നിങ്ങളുടെ അച്ഛന്റെ അടുത്ത് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നുള്ള കഥ കേട്ടു. ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഇപ്പൊ തന്നെ കൊന്നേക്കണം. ഞങ്ങളുടെ ആയുസ് ഓരോ നിമിഷം കൂടുമ്പോഴും നിന്റെ ആയുസ് ഓരോ നിമിഷം കുറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല പോയിന്റ്. ഏയ്, അറ്റാക്ക്! നിങ്ങൾക്ക് പറയുന്ന അത്ര എനിക്ക് വയസ്സില്ലെങ്കിലും രണ്ട് കാര്യം പറയട്ടെ. സത്യസന്ധത ഇല്ലാത്ത അധികാരവും മനസാക്ഷികളുടെ മനസ്സും ആർക്കും ഉപയോഗമില്ല. ഓർമ്മ വെച്ചു. പേടിക്കണ്ട മാമ, ഞങ്ങൾ മൃഗങ്ങളെ കൊല്ലാറില്ല. Stop it! Stop it, I say! I say drop your guns! I say drop it! Drop your gun, I say! മോനെ, നീ വന്നോ? എനിക്കറിയാം നീ വരുമെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനെ കൊല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? എന്റെ അച്ഛനെ ഞാൻ തന്നെ കൊല്ലണം. ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. വരൂ. എങ്ങോട്ട്? മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വരൂ, പോ. ആറുമ മുത്തശ്ശ. അബി, അർജുൻ, പതുക്കെ പതുക്കെ. ശത്രു എന്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ഇത്രയും ദിവസം എടുത്തു. സ്വന്തക്കാരനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അവനെ വിട്ടു. പക്ഷെ അവനെ കൊന്ന് ഇവൻ എന്റെ പേര് നിലനിർത്തി. ന്യായത്തിന് ഞാനെന്ന ചിന്ത പാടില്ല. ധർമ്മത്തിന് സ്വന്തമെന്നോ ബന്ധമെന്നോ ഇല്ല. നിയമത്തിനും ഞാനെന്നോ നീയെന്നോ ഭേദവും പാടില്ല. ഇത് മൂന്നും കിടപിടിക്കുന്ന നിങ്ങൾ മൂന്നുപേരും സ്വാർത്ഥത ഒട്ടും തന്നെ ഉണ്ടാകാൻ വഴിയില്ല. ജയിച്ചാൽ അവസാനിക്കുന്നത് യുദ്ധം. പക്ഷേ ഓരോ പ്രാവശ്യവും ജയിക്കാൻ വേണ്ടി നടത്തുന്നതാണ് പോരാട്ടം. നിങ്ങൾ ചെയ്യുന്ന ഈ പോരാട്ടത്തിന് അവസാനമേയില്ല. അതിന് നിങ്ങളുടെയൊക്കെ ആവശ്യം ഇനിയുമുണ്ട്. നിങ്ങളുടെ തേരൊരിക്കലും നിൽക്കാൻ പാടില്ല. നിങ്ങളെപ്പോലുള്ള സാരഥികൾ ക്ഷീണിക്കാനും പാടില്ല. പോയിട്ട് വരൂ.
ഹയമെന്തിനു പോരിനിറങ്ങാൻ സമയോചിത വീര്യമൊരുങ്ങാൻ ജയഭേരിയോടാർത്തു കലമ്പാൻ ജനനായക ഹയമെന്തിനു പോരിനിറങ്ങാൻ സമയോചിത വീര്യമൊരുങ്ങാൻ ജയഭേരിയോടാർത്തു കലമ്പാൻ ജനനായക തലയുടലൊടു വേർപെടുവാനായി അസുരനുയിർ വിട്ടുമടങ്ങാൻ ശിവനായി ശരവേഗമതാവാം യുവനായക ഇതു യുദ്ധം ധർമാർത്ഥം പടകാഹളമാകും ശബ്ദം ഇനി സ്വന്തം കുഴിമാന്തും പല പാപനരാധമരും സാരഥി ജയ സാരഥി നീ സാരഥി സാരഥി രണസാരഥി നീ സാരഥി സാരഥി ജയ സാരഥി നീ സാരഥി സാരഥി രണസാരഥി നീ സാരഥി കടലേന്തിയ വൻതിര പോലെ കുടലേന്തും ഭൈരവി പോലെ ഉൾസൂര്യ പന്തവുമേന്തി പോരാടിടാം ജനമാനസ വീതിയിലെന്നും ജലഭേരികൾ പാടിയുണർത്താം ഘനമാർന്നൊരു തീക്കനലാവാം പോരാടിടാം ചില പൊട്ടും ശരമാവാം നീതിയിൽ നീതിയാവാം ഉയരങ്ങൾ ഉയരേ നീ ഇനി ഉജ്ജ്വലമായേറാം സാരഥി ജയ സാരഥി നീ സാരഥി 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 രണസാരഥി നീ സാരഥി 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 ജയ സാരഥി നീ സാരഥി 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 രണസാരഥി നീ സാരഥി സാരഥി ഹലോ സർ. ഹായ് സർ. ഗുഡ് വെൽഡൺ ബോയ്സ്. സർ, ഇത് ഈ ഒരു പ്രശ്നത്തോട് തീരുന്നതല്ല. ഈ സമൂഹത്തിൽ അയാളെ പോലെ ഓരോരുത്തരും അങ്ങനെയുള്ള ആൾക്കാരെ എതിർക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള ആളുകളുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. ഇന്നു മുതൽ സിറ്റിയിൽ കുട്ടികൾ ആരും ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല. സിറ്റിയിൽ ആരും റൗഡിസം ചെയ്യാനും പാടില്ല. സാധാരണ ആൾക്കാർ ഈ ക്രിമിനൽസ് കാരണം എഫക്റ്റ് ആവാൻ പാടില്ല. ഒരു പെൺകുട്ടിയും കിഡ്നാപ്പ് ചെയ്യാനും പാടില്ല. കഷ്ടപ്പെടുന്നവർക്ക് ആർക്കും ന്യായം കിട്ടാതെ ബുദ്ധിമുട്ടാനും പാടില്ല. ഈ സിറ്റിയിൽ ഒരു റൗഡി പോലും ചുറ്റിത്തിരിയാനും പാടില്ല. Okay, Arjun. Thank you, sir. All the best. All the best. Thank Do you, the sir. best.